മമ്മൂക്കനെ വിളിച്ചുകൊണ്ടുവരാന്ന് പറയുന്നത് മമ്മൂക്കനെ നേരത്തെ അറിയാം എന്ന് എനിക്കറിയാം. കാരണം ഐ സീൻ എ റീൽ ഓഫ് ഹിം സെയിങ് ദാറ്റ് ഡയറക്ടറാണ് ഇനിയിപ്പോ കഥാകൃതാന്നൊക്കെ പറഞ്ഞ് വരും. Mamaka is always with us personally. Even recently, my family we went through a very tough time health wise. And ഒരാള് എല്ലാ ദിവസവും daily വിളിച്ചിട്ട് ഒരു കാര്യം നോക്കുന്നു. So that's the kind of person he is, you know. Like even when he is going through such a tough time in his own personal അതെ life, അതെ. ആ same സമയത്ത് he only ഞാൻ കല്യാണം കഴിച്ച സമയത്ത് he was my witness സൈൻ ചെയ്ത് മമ്മൂക്കായിരുന്നു. ഓ അപ്പൊ ഞാൻ എപ്പോഴും കളിയാക്കും എന്റെ വൈഫിന്റെ വിറ്റ്നസ് പുള്ളിക്കാരി കസിൻ ആയിരുന്നു. എന്റെ വിറ്റ്നസ് മമ്മൂക്കായിരുന്നു. ഡോണ്ട് പ്ലേ വിത്ത് ഒരു ഫുൾ ഓൺ അല്ലെങ്കിലും ഒരു മോസ്റ്റ്ലി ആക്ഷൻ ഉള്ള സിനിമയാണ്. ഇപ്പൊ ആളത്ര ഹെൽത്ത് വൈസ് ഒന്നും ഓക്കെ ഇല്ലാതിരിക്കുന്ന ഒരു സമയം. ആ ഫസ്റ്റ് ഡയലോഗ് ഇല്ലേ, അവിടെ വന്നിട്ട് ആ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കൈയടിച്ചിട്ട് ഭയങ്കര എനർജി ആയിരുന്നു. പിന്നെ പുള്ളിയുടെ ഓരോ ഡയലോഗ് കഴിഞ്ഞിട്ട് എല്ലാവരും സെറ്റിൽ ഇങ്ങനെ കൈയടിക്കുക നമുക്ക് തന്നെ ഇങ്ങനെ നോക്കിയിട്ട് എന്താ കൈയടിക്കുക. വോൾട്ടറിന് അല്ലെങ്കിൽ വോൾട്ടറിന്റെ ഒരു സ്പിൻ ഓഫ് ഒക്കെ വെച്ചിട്ട് വീണ്ടും ചത്താപ്പച്ചയുടെ ഒരു ഭാഗം ഇറക്കാനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ഇതൊരു യൂണിവേഴ്സാണ് ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം എന്താ ചെയ്യാൻ പറ്റിയത്. അപ്പൊ വരുന്നുണ്ട് ഷിഹാൻ ഷൗക്കത്ത് സോൺ. ഏറെക്കുറെ എത്ര പാർട്ടികൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്? മട്ടാഞ്ചേരിയിൽ കൊണ്ട് പ്ലേസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് വരിക. ഫാഷൻ നോക്കുകയാണെങ്കിൽ, മ്യൂസിക് നോക്കുകയാണെങ്കിൽ, ഒരാൾ ഒരു ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കിട്ടിയ ഒരു ഔട്ട്ഫിറ്റ് ഇട്ട് കണ്ടാൽ അപ്പം തന്നെ മനസ്സിലാവും അപ്പോൾ ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് എനി ഗ്രൂപ്പ്സ് ഓർ ഗാങ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. അവിടുന്നാണ് ഇങ്ങനത്തെ ഐഡിയാസ് വരിക. ഒരു അവാർഡ് വിന്നിംഗ് ഡയറക്ടറോടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ആളുടെ ഡയറക്ട് ചെയ്ത സിനിമയെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. അല്ല, അങ്ങനെയൊന്നുമല്ല. ആള് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ദ സിനിമ ഈസ് ചത്തപ്പച്ച ആൻഡ് ദ പ്രൊഡ്യൂസർ ഇസ് ഷിഹാൻ ഷൗക്കത്ത്. നിങ്ങളുടെ പേര് പറയില്ല അത്ര എളുപ്പമല്ല കേട്ടോ. ഞാൻ ഇഷാൻ ഷൗക്കത്താണ് ഇത്ര ദിവസം പറഞ്ഞത്, അപ്പൊ അത് മാറ്റി. വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ. പാരന്റ്സ് കഷ്ടപ്പെട്ടാണല്ലോ രണ്ടുപേർക്കും ഇങ്ങനെ ഇത്ര കാര്യമായിട്ട് പേരിടാനായിട്ട്. ശരിക്കും സത്യം. ഐ മീൻ ഇഷാന്റെ പേര് അവർ വിചാരിച്ചു അയിന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ആർക്കും ഇത് എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. മാറിപ്പോല്ലേ? പേരൻസും അങ്ങനെ തന്നെ. ഞാൻ ഇന്നലെ വൈകിട്ട് വരെ ഉണ്ടല്ലോ ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഇഷാൻ. അപ്പൊ ഇഷാന് നമ്മൾ എടുത്തതായിരുന്നല്ലോ ചത്തമ്മച്ചയുടെ പ്രൊമോഷന്റെ സമയത്ത്. അപ്പൊ തന്നെ PR ജിനു പറഞ്ഞു, അല്ല മഞ്ജു, ഷിഹാൻ പ്രൊഡ്യൂസർ. ഓക്കെ, എന്തായാലും കൊള്ളാതെ എന്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് ഇറങ്ങി ഒരു 2 ദിവസത്തിൽ കണ്ട ആളാണ്. ഇറ്റ് വാസ് അമേസിങ്. ഭയങ്കര, അതായത് ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ WWE ഒക്കെ എന്റെ ബ്രദറിന്റെ കൂടെ ഇരുന്ന് കണ്ട് അന്ന് അത് കണ്ട് ശീലിച്ചിട്ടുള്ള ആളാ. അന്നൊന്നും ഒട്ടും ഇഷ്ടത്തിലല്ലോ കേട്ടോ കണ്ട. പക്ഷെ കണ്ട് തുടങ്ങുമ്പോ ഉണ്ടല്ലോ വിൽ ബി ലൈക്ക് ഒരു കിക്കാണ്. പിന്നെ ഇവരൊക്കെ മൂവീസിലൊക്കെ കാണുമ്പോൾ ഐ യൂസ് ടു ബി ലൈക്ക് ഈ സീനായിരുന്നു. ആ കാലത്തിലോട്ട് പോയാലായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്. ഈ ആദ്യ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞില്ലേ ഡയറക്ടർ, അവാർഡ് വിന്നിംഗ് ഡയറക്ടർ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് യു ആർ കമ്മിങ് അപ്പ് വിത്ത് എ മൂവി, ഡയറക്ടിങ് എ മൂവി എന്നാണ്. ഇത് ഈ പ്രൊഡക്ഷൻ, ആർ യു ആൻ ആക്സിഡന്റൽ പ്രൊഡ്യൂസർ? ആണ് ആക്ച്വലി, സത്യം പറയാം. കാരണം ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിന്റെ ഈ ഐഡിയ വന്നപ്പോൾ ഇറ്റ്സ് മോസ്റ്റ്ലി ബിക്കോസ് ആ ഷോർട്ട് ഫിലിം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള സക്സസ് കഴിഞ്ഞിട്ടാണ് ഒരു പ്രൊഡ്യൂസിങ് പാർട്ണർ വന്നു, റിയൽ വേൾഡ് എന്റർടൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്തു അതൊക്കെ. പക്ഷേ ഇവിടെ വന്നതിന്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ദ ട്രൂത്ത് ഈസ് ഇവിടെ വന്നിട്ട് കേരളത്തിൽ എസ്പെഷ്യലി ഏറ്റവും ടഫ് ഓഡിയൻസ് ഉള്ള സ്ഥലത്ത് നമുക്കിങ്ങനെ വെറുതെ ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമല്ലല്ലോ. ഐ ഹാവ് നോട്ട് ലിവ്ഡ് ഹിയർ. അത്ര ഐ നീഡ് ടു ബി ഓൺ ഗ്രൗണ്ട്. ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ലാംഗ്വേജ് ഓഫ് യുനോ എവറിത്തിങ് അത് മനസ്സിലാക്കണം. ഇവിടുത്തെ ഇമോഷൻസ് വൈബ് മനസ്സിലാക്കണം. അതെ. ഇവിടെ ഇപ്പൊ കുറെ ആയി താമസിച്ചിട്ട്, എന്നാലും I don't think it's fair to the audience ഞാൻ ഡയറക്റ്റ് ചെയ്താൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, I'll take a even tougher role ഒരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ആയിട്ട് ആൻഡ് ആസ് എ ഓവറോൾ പ്രൊഡ്യൂസർ ലീഡിങ് ദ കമ്പനി ആസ് വെൽ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടിയപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ചത്തപ്പച്ച. ആൻഡ് ആക്സിഡന്റൽ എന്ന് പറയാം, ബിക്കോസ് അദ്വൈതാണ് ഇതിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് വന്നത്. അത് ഞങ്ങൾ പൊളിച്ചിട്ട് ഫുൾ പുതിയൊരു സാധനം ആക്കിയിട്ട് ഇവിടുത്തെ അദ്വൈത് പറയുന്നേ കേട്ടോ. അതായത് ചത്താപ്പച്ച നിങ്ങൾ ഇപ്പൊ കാണുന്ന സാധനമേ ഇല്ല. ഇതിന്റെ തോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു സീരിയസ്, ഒരു ഡോൺ മൂവി ഒക്കെ പോലത്തെ ഒരു സാധനമായിരുന്നു. അപ്പൊ സിൻസ് ദിസ് ഇസ് യുവർ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഡെബ്യൂ, നമുക്ക് ഫസ്റ്റുകളിൽ നിന്ന് തുടങ്ങാം. കുറച്ച് ഫസ്റ്റുകൾ. അതായത് ചത്താപ്പച്ച ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഇത് ഒരു ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി വൈബിൽ നിൽക്കുന്ന
നമ്മളെ ഒരു 90s കൊണ്ടുപോകുന്ന മൂവിയാണ്. വാട്ട് ഈസ് യുവർ ഫസ്റ്റ് മെമ്മറി ചത്താപ്പച്ചയുടെ? അതായത് ഷിഹാന്റെ അടുത്ത് എത്തുന്ന ചത്താപ്പച്ച എങ്ങനെയായിരുന്നു? അത് ചത്താപ്പച്ച തന്നെ ആയിരുന്നില്ല, ചത്താപ്പച്ചയെ അത് ആയിരുന്നില്ല. അതിന്റെ ടൈറ്റിൽ വേറെ ആയിരുന്നു. അത് ബാഡ് ബോയ് ചാണ്ടി എന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇറ്റ് വാസ് എ സിംഗുലർ ലീഡ്. എന്നിട്ട് ഇറ്റ് വാസ് എ വെരി നിയോ നുവാർ സ്റ്റൈൽ, ഒരു ഡാർക്ക് ഒരു സാധനമായിരുന്നു ആ സമയത്ത്. കുറച്ചും കൂടെ ഒരു സീരിയസ് ഇറ്റ് ഹാസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ക്രൈം, പിന്നെ അങ്ങനത്തെ കുറെ പരിപാടി. ആൻഡ് ദ ബാക്ക് ഡ്രോപ്പ് മാത്രമായിരുന്നു ഈ റെസ്ലിംഗ് wrestling, പക്ഷെ ഈ പിച്ച് ഡെക്ക് നോക്കുമ്പോൾ ഇറ്റ് വാസ് എൻ ഇമേജ് ഓഫ് ഈ റെസ്ലർ ചാടുന്ന ഒരു ഇമേജ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വിചാരിച്ചു, ഓ വാവ്, ഇത് വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് എന്തായാലും പിടിക്കണം. അപ്പോൾ അത് കണ്ട് പിന്നെ സനൂപ് നമ്മളെ റൈറ്റർ വന്നു. അപ്പോൾ സനൂപ്പിനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തപ്പോൾ വേറൊരു ഫുള്ളി ഫൺ ലോക്കൽ റൂട്ടഡ് ഇവിടുത്തെ ഒരു സാധനം വിച്ച് ഞാനും അദ്വൈതും ഇഷാനൊക്കെ വി തിങ്ക് വെസ്റ്റേൺ. ഈ കോൺസെപ്റ്റ് തിങ്ക് ചെയ്യുമ്പോഴും ലാംഗ്വേജും ഡയലോഗ്സ് ഒക്കെ നോക്കുമ്പോൾ ആൻഡ് ഇമോഷൻ ഓൾസോ ഞങ്ങൾ ഫസ്റ്റ് തോട്ട് ഒരു വെസ്റ്റേൺ വേൾഡിൽ നിന്നാണ് വരിക. പക്ഷേ സനൂപ്പ് വന്നപ്പോഴാണ് ഇവിടുത്തെ ലോക്കൽ ഫ്ലേവറും ഇവിടുത്തെ മാനറിസംസും ബോഡി ലാംഗ്വേജും അതൊക്കെ വന്നത്. വിച്ച് സനൂപിൻ്റെ ഒരു ഡിറക്ഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഇറ്റ് കെയിം ആസ് എ ഫുൾ പാക്കേജ്. അപ്പോൾ എല്ലാവരും ഇൻവോൾവ്മെന്റ് ഇങ്ങനെ വൺ ബൈ വൺ വന്നപ്പോഴാണ് ഇത് ഫുൾ ചത്താപ്പച്ച ആയത് സത്യം പറഞ്ഞു. അപ്പൊ ഈ ചത്താപ്പച്ചയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മളിപ്പോ കാണുന്നത് എത്രാമത്തെ ഡ്രാഫ്റ്റാ? അയ്യോ, ഒരു ആദ്യത്തെ വേർഷൻ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 12. ഓ അത്രയും ഇതിന്റെ തന്നെ ഒരു 7 ആയിട്ടുണ്ടാവും. ആണോ? ഓ മാൻ, അപ്പൊ കുറെ മാറ്റങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മൾ 2026 കാണുന്നത്. ഇതിപ്പോ ആക്ച്വലി എന്ന് തുടങ്ങിയത്? 2023 ഈ കോൺസെപ്റ്റ് കണ്ടുപിടിച്ചത്, 26 റിലീസ്. അപ്പൊ അങ്ങനെ ഈ സിനിമയില് അർജുൻ വന്ന WWE ഒരു മലയാളം വേർഷൻ എന്ന് പറയുമ്പോൾ അവര് കാണിക്കുന്ന ഒരു പുച്ഛം ഉണ്ടല്ലോ, ഈ പുച്ഛം ആക്ച്വലി യു ഗൈസ് ഇവിടെ ഫേസ്ഡ് അല്ലേ? ഇല്ലേ? അതൊന്നും പോസിബിൾ അല്ലാന്ന്. അപ്പൊ ഫസ്റ്റത്തെ റിയാക്ഷൻ എന്തായിരുന്നു ഈ സ്റ്റോറി കൊണ്ട് ഓരോരുത്തരടുത്ത് പറയുമ്പോ? എല്ലാവരും നമ്മുടെ ഇപ്പോൾ ഫൈനൽ കാസ്റ്റ് ആൻഡ് ക്രൂവിൽ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പോൾ ആനന്ദ് സി ചന്ദ്രനായാലും അർജുൻ ആയാലും റോഷൻ ആയാലും വിശാഖൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് അവരുടെ ക്യാരക്ടർ വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ എസ്പെഷ്യലി അർജുൻ യെസ് എന്ന് പറയുമ്പോൾ അർജുന് കുറേ റെക്കമെൻഡേഷൻസും ചേഞ്ചസും കറക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ജസ്റ്റ് മേക്ക് ഇറ്റ് ആസ് ബ്യൂട്ടിഫുൾ ആസ് പോസിബിൾ. പിന്നെ അതിന് മുന്നേ കുറേ നോസ് കിട്ടിയിരുന്നു, നോട്ട് ഫ്രം ജസ്റ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ, കുറേ ഈവൻ ലൈക്ക് നമ്മുടെ പ്രൊഡക്ഷനിലുള്ള ആൾക്കാർക്കും അത് പിടിച്ചിട്ടില്ല. എക്സാക്ട്ലി വൈ വി ഡൂയിങ് ദിസ് പ്രോജക്ട്, ഇത് ഇവിടെ വർക്ക് ആവില്ല. സിമിലർ ഈ മിന്നൽ മുരളിന്റെ ഇത് വന്നപ്പോൾ ഇനിഷ്യലി ഐ എം ഷുവർ അവർക്ക് ഈ സിറ്റുവേഷൻ സൂപ്പർ ഹീറോ എല്ലാ ഫസ്റ്റിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം ഗുസ്തി ഇവിടെ ഒരിക്കലും നടന്നിട്ടില്ല. പക്ഷെ ആ കൺവിൻസിങ് കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു റൂട്ടഡ് സാധനം ആക്കി കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇമോഷൻസും ഇവിടുത്തെ ലാംഗ്വേജൊക്കെ കൊണ്ടപ്പോൾ ഐ തിങ്ക് എവ്രി വൺ ഇസ് റിയലി എക്സൈറ്റഡ്. അപ്പോൾ സിമിലർലി ടു ദ എക്സൈറ്റ്മെന്റ് ദാറ്റ് ഐ ഫെൽറ്റ് ആ ഫസ്റ്റ് ഇമേജ് കണ്ടപ്പോൾ എല്ലാവർക്കും അതുണ്ടായിരുന്നു. പിന്നെ ഈ ക്രൂ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, എസ്പെഷ്യലി ലൈക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നോക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും നല്ലൊരു സ്പേസ് ഉണ്ട്. കോസ്റ്റ്യൂംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ പ്രോജക്ട് ദേ കുഡ് ഷോ ദെയർ വർക്ക് പ്രോപ്പർലി. സത്യം, അതെന്താ വെച്ചാൽ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ, സ്പെഷ്യലി ഇത് തിയേറ്ററിൽ കാണുമ്പോൾ, പിന്നെ എനിക്കൊരു ഡിസ്ക്ലെയിമർ പറയാനുണ്ട്. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ ഇന്റർവ്യൂ കാണരുത്. സിനിമ പോയി കണ്ടിട്ട് വന്നിട്ട് ഇന്റർവ്യൂ കാണണം, കാരണം ഇതിലത് കുറേയൊക്കെ സ്പോയിലേഴ്സ് ഉണ്ടാവും. ഞാൻ എത്ര ശ്രമിച്ചാലും ഉണ്ടാവും. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അത്രയും നേരം അതൊരു ഭയങ്കര നോർമൽ സിനിമയാണ്, ഒരു ഫാമിലി മൂവി വൈബ് പോലെ ഇങ്ങനെ പോയിട്ട് ഇവർ ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ആൻഡ് ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഇൻട്രോ ഉണ്ടല്ലോ, അയ്യോ ദാറ്റ് ഇസ് ഫാബുലസ്. ഈ ഉടുപ്പ് എവിടെന്നാ നിങ്ങൾ സെറ്റ് ചെയ്ത്? അത് സ്പെഷ്യലി അർജുന്റെയും ഈ നമ്മുടെ മറ്റേ നായകന്റെ വെട്രിയുടെയും കോസ്റ്റ്യൂംസ്, അയ്യോ അതൊരു രക്ഷയില്ലാത്ത സാധനം. നമ്മുടെ ലോക ചെയ്ത മെൽവി, മിന്നൽ മുരളി ചെയ്ത മെൽവി, ഹീസ് ബ്രില്യൻറ്റ്. അപ്പോൾ മെൽവി ഇങ്ങനത്തെ ഒരു പ്രൊജക്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കരിയറിൽ. അതെ. കാരണം കുറേ നമ്മൾ ചെയ്യണ ഈ പടംസ് ഒക്കെ ഇവിടെ ഈ നമ്മുടെ ലോക്കൽ കൾച്ചറൽ സാധനങ്ങളൊക്കെയാണ് അവരൊക്കെ ചെയ്യാറ്. പക്ഷെ ഇങ്ങനത്തെ ഒരു പടം വരുമ്പോൾ there is no limit, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈവൻ ദ ആർട്ട് ഡയറക്ടർ സുനിലേട്ടൻ, പുള്ളിക്കും ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ പുള്ളി മാർക്കോ ചെയ്തിരുന്നു, കാട്ടാനൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുള്ളിക്ക് ഇങ്ങനത്തെ പ്രൊജക്ട്സ് ഒക്കെ വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ. കാരണം അത് മാത്രമല്ല നമ്മുടെ പടത്തിൽ ഈ നോർമൽ എക്സ്റ്റീരിയേഴ്സും ഇന്റീരിയേഴ്സും ഉണ്ട്, പിന്നെ റിങ്ങിന്റെ അകത്തുള്ളതുണ്ട്. അവർക്ക് കൂടുതൽ ഈ റിങ്ങിന്റെ അകത്തുള്ള സാധനങ്ങളെ ചെയ്യേണ്ടത്. കാരണം ഇത് ആ സാധാരണ റിംഗ് അല്ലല്ലോ, ഇതൊരു പ്രൊഫഷണൽ WWE റിംഗ് ഒരിക്കലും അല്ല. ഇത് നമ്മുടെ ഒരു ലോക്കൽ സ്ക്രാപ്പി, നമ്മുടെ പഴയ കയറ് വെച്ചിട്ടുള്ള ബ്രോക്കൻ മിറേഴ്സും അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടാണ്. അതെ. അതാണ് ആക്ച്വലി ടഫ് ചെയ്യാൻ. ഇപ്പൊ ഒരു ലോക്കൽ സാധനം പിടിക്കാനാണ് കുറച്ചും കൂടി ടഫ്. നമ്മളെ പ്രൊഫഷണൽ സാധനം ചെയ്യുകയാണെങ്കിൽ ദേ ഹാവ് എ ടെംപ്ലേറ്റ്, നമുക്ക് നോക്കി ചെയ്യാം. അതെ. ഇതില് നമ്മുടെ സൈക്കിളിന്റെ സീറ്റ് വെച്ചിട്ടുള്ള ടേൺ ബക്കിൾസും കോർണേഴ്സും കയറിങ്ങനെ വെക്കുമ്പോൾ അത് ഫൈറ്റിനും വർക്ക് ആവണം, ഡിസൈനിനും വർക്ക് ആവണം. അപ്പൊ ഇതൊക്കെ ഇസ് വെരി ഡിഫിക്കൽട്ട്
ടു മേക്ക്. അപ്പോൾ ദേ took their time. അതിന്റെ എക്സ്പെൻസും ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കാൻ വരാം, എൻ്റെ അടുത്ത ചോദ്യമാണ് ഇത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രൊഡക്ഷൻ ഡെബ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേയും കൂടെ ഒരു സേഫർ ആയിട്ടാണ് പിടിക്കാൻ നോക്കുക. കാരണം ഫൈനലി നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണല്ലോ, നമ്മൾ നമ്മുടെ ഒരു വലിയൊരു സാധനം ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ കുറേയും കൂടെ സേഫർ ആയിട്ട് ഇറ്റ് ക്യാൻ വർക്ക് എന്നുള്ള രീതിയിലേ പിടിക്കുള്ളൂ. അത് വാട്ട് മെയ്ഡ് യു ടേക്ക് ദ റിസ്ക്? ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇറ്റ് വാസ് മച്ച് സ്മോളർ പ്രോജക്റ്റ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഐ ആം ഓൺലി ഗോൺ ടു ഡു ദിസ്. നമ്മൾ ഇത് കുറച്ചുകൂടി വലുതാക്കിയാൽ, ഇങ്ങനത്തെ ഒരു ടെക്നിക്കൽ ക്രൂ കിട്ടിയാൽ, പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലാൻ കിട്ടിയാൽ ഞാനിത് ചെയ്യുള്ളൂ. ബിക്കോസ് ഹി ഓൾസോ ഹാഡ് സം ഐഡിയാസ് ഓഫ് ഇതൊരു ഇങ്ങനെ ലെറ്റ്സ് കീപ് ഇറ്റ് സ്മോൾ ഓർ ടെക്നിക്കൽ ക്രൂ അത്ര വേണ്ട എന്നൊക്കെ. പക്ഷേ ഐ സെഡ് അങ്ങനെ ഒരു ഇതല്ല, ബഡ്ജറ്റിൻ്റെ കാര്യമല്ല. ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുമ്പോൾ അഗൈൻ ഗോയിങ് ബാക്ക് ടു മിന്നൽ മുരളി, അതൊരു ചെറിയ സാധനത്തിൽ ചെയ്താൽ ആ ഇമ്പാക്ട് കിട്ടില്ല. ഇപ്പം നോക്കുമ്പോൾ സിനിമറ്റോഗ്രഫിയും സ്റ്റൺസ് ഒക്കെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ ആ സാധനം കിട്ടിയില്ലെങ്കിൽ യു വോണ്ട് ബി ഡൂയിങ് ജസ്റ്റിസ് ടു ദ പ്രോജക്റ്റ്. അപ്പോൾ ആസ് എ ഫിൽം മേക്കർ മൈസെൽഫ് അത് എനിക്ക് ഒരു ഭയങ്കര കമ്പൾസറി നീഡായിരുന്നു. ഗെറ്റ് ആൻ ആനന്ദ് സി ചന്ദ്രൻ ഓൺ ബോർഡ്, കലായ് മാസ്റ്ററിനെ കിട്ടുക, മുജീബ് മജീദിൻ്റെ മ്യൂസിക്കിലൊക്കെ, ശങ്കർ എഹ്സാൻ ലോയിന് സോങ്സിലൊക്കെ. ഇപ്പോൾ ഇവരൊക്കെ വന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ ശരിക്കും പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി കോസ്റ്റ് വൈസ് ദാറ്റ് ഗോസ് അപ്പ്. പക്ഷേ അങ്ങനെ ചെയ്താലേ ഈ സാധനങ്ങൾ വർക്ക് ആവുള്ളൂ. ആൻഡ് I think സ്ക്രീനിൽ കാണുമ്പോൾ യു കെൻ സീ. ആൻഡ് ഐ തിങ്ക് ഇൻ എ ഫിലിം ഏറ്റവും ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞാൽ വാട്ട് എവർ യു സ്പെൻഡ് ഹാസ് ടു ബി സീൻ ഓൺ സ്ക്രീൻ. സ്ക്രീനിൽ കണ്ടാലേ അതെ ഒരു there is no luxury spends ഈ പടത്തിൽ. We have not done anything outside the film that are luxury spends. Everything നമ്മളെല്ലാം കാണുന്നത്, ഞങ്ങൾ സ്പെൻഡ് ചെയ്തെല്ലാം കാണുന്നുണ്ട് സ്ക്രീനിൽ വിഷ്വലി. That's the most important thing. True. സത്യം ഭയങ്കര രസമായിരുന്നു. അതായത് സ്ക്രീനിൽ കാണാൻ, തിയേറ്ററിൽ കാണാൻ ഭയങ്കര, അത് ഈ പറഞ്ഞ പോലെ മ്യൂസിക് ആണെങ്കിലും അതിന്റെ വിഷ്വൽസ് ആണെങ്കിലും ഒക്കെ. ഇതിന്റെ ഫസ്റ്റ് എവർ തിയേറ്റർ എക്സ്പീരിയൻസ് എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞങ്ങൾ ദുബായിലൊരു പ്രീമിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ അദ്വൈത് വാസ് സിറ്റിംഗ് ഇൻ ബാക്ക്ഗ്രൗണ്ട്. ഇത് ലാസ്റ്റ് ഡേ ആണ്, ഫൈനൽ മിക്സിന്റെ ലാസ്റ്റ് ഡേ. അദ്വൈത് മ്യൂസിക്കിലിരിക്കുന്നു, ഞാൻ DI കളർ ഗ്രേഡിംഗിലിരിക്കുന്നു, വേറൊരാൾ വേറെ സ്ഥലത്തിരിക്കുന്നു. നമ്മൾ ആരും ആ ഫൈനൽ വേർഷൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് ഫൈനൽ വേർഷൻ കണ്ടു, ഒരു ഡിപ്പാർട്ട്മെന്റ് ദിസ് ഇസ് മൈനർ ചേഞ്ചസ് ഒക്കെ, ഫൈനൽ കറക്ഷൻസ് മാത്രം. പക്ഷെ എല്ലാവരും വേറെ വേറെ കോർണറിലിരിക്കുന്നത്. ഞങ്ങൾ ദുബായിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റിൽ 1 day ബിഫോർ റിലീസ് ഇരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നമ്മളാരും പടം കണ്ടിട്ടില്ല. ഓഫ്കോഴ്സ് അതിന്റെ കുറെ വേർഷൻ ഞങ്ങൾ കണ്ടു, 99.9 വേർഷൻ കണ്ടിട്ട് ഫൈനൽ സാധനം കണ്ടിട്ടില്ല. സം റിമൂവൽസ് ഹിയർ ആൻഡ് ദേർ അതൊക്കെ. എന്നിട്ട് ദുബായിലെത്തിയിട്ട് ആ പ്രീമിയറിലാണ് ഞങ്ങൾ ഫൈനൽ ഫസ്റ്റ് ടൈം കാണുന്ന തിയേറ്ററിൽ. അതാർ എക്സ്പീരിയൻസ് അൺറിയൽ. ഞങ്ങൾക്ക് സീറ്റ് പോലും കിട്ടിയില്ല. റോഷൻ അർജുൻ, വിശാഖ് ഇഷാൻ, എനിക്ക്, അദ്വൈത് ഓൾവേസ് സ്റ്റാൻഡിങ്. പക്ഷെ ഫുൾ എല്ലാവരും ചിയറിങ് ഫുൾ ടൈം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഹാഫ് നമ്മുടെ റെഗുലർ ക്രൗഡ് ആൻഡ് ഹാഫ് വാസ് ഫാമിലി ആണ്. അപ്പോൾ ഭയങ്കര ഒരു കമ്മ്യൂണൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് പറഞ്ഞ പോലെ ദാറ്റ്സ് ദ ബെസ്റ്റ് വേ ടു എക്സ്പീരിയൻസ് ചത്താപച്ച. ഒരു തിയേറ്റർ ഓഡിയൻസ് വെച്ചിട്ട് എല്ലാവരും വിസ്ലിംഗും ചിയേഴ്സ് ഒക്കെ, അത് കുറേ ആയാലും നമ്മൾ അങ്ങനെ കണ്ടിട്ട്. അങ്ങനെ സിനിമകൾ കിട്ടാനും പാടാണല്ലോ. നമുക്ക് അങ്ങനെ പോയിരുന്നു കൂക്കി വിളിച്ച് കാണാൻ പറ്റുന്ന സിനിമകൾ. ഫസ്റ്റ് റിവ്യൂ കേട്ടത് ആരെടുത്തുന്നായിരുന്നു? ഈവൻ എൻ്റെ പേരൻസും ആദ്യമായിട്ട് അവിടെയാണ് കാണുന്നത്. ആൻഡ് അല്ല സോറി, പേരൻസ് അവിടെ ഉണ്ടായിരുന്നില്ല. ആരായിരുന്നു ഫസ്റ്റ് കാണുന്നത്? എൻ്റെ ആർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പോലെ. അപ്പോൾ റൈറ്റ് ബിഹൈൻഡ് മീ അവരൊക്കെ എന്ത് വാട്ട് എ മൂവി, യുനോ, ലൈക്ക് അൺബിലീവബിൾ. ഇതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല ഞങ്ങൾ. മ്യൂസിക് എവറിത്തിങ് ഫാസ്റ്റ് പേസ് അടിപൊളിയായിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്തും പറയും, അത് ട്രസ്റ്റ് ചെയ്തില്ല. പക്ഷേ വെൻ വി കെയിം ഹിയർ, വിനീത ആൻഡ് ലുലു ഫോറം എല്ലായിടത്തും പദ്മ ഒക്കെ ഭയങ്കര റിസപ്ഷൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ then there's nothing else that matters. ഈ ഏതെങ്കിലും ഈ കട്ട റെസ്ലിംഗ് ഫാൻസ് ഒക്കെ മെസ്സേജ് ചെയ്യോ, വിളിക്കോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ആക്ച്വലി ഞങ്ങളുടെ ഫിലിമിലെ ഡാറ്റു സുപ്രൻ പറഞ്ഞ ഡയറക്ടർ ഭയങ്കര റെസ്ലിംഗ് ഫാനാണ്. കോ റൈറ്റർ അമൽ ഭയങ്കര റെസ്ലിംഗ് ഫാനാണ്. അവരൊക്കെ ആക്ച്വലി ഫസ്റ്റ് ടൈം കാണുന്നത് ആ സമയത്താണ്. അവരൊക്കെ they were emotional. They were like, wow, ഇങ്ങനത്തെ ഒരു സാധനം. We are also in contact with CW, ഇവിടുത്തെ ഒരു റെസ്ലിംഗ്, then WXM, ഇവിടുത്തെ റെസ്ലിംഗ് ഗ്രൂപ്പ്സ് ഒക്കെ. അവരൊക്കെ ഇത് കണ്ടിട്ട് പറയാണ്, ഓ മാൻ, ദിസ് ഇസ് വാട്ട് വി ബീൻ വെയിറ്റിംഗ് ഫോർ, ഒരു ഫിലിം, ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ ഫിലിം. അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് ഈ മട്ടാഞ്ചേരിയിൽ കൊണ്ട് പ്ലേസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അതായത് ഓക്കെ, കേരളം എടുക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് വരിക. ഫാഷൻ നോക്കുകയാണെങ്കിൽ, മ്യൂസിക് നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ആക്ച്വലി ഫാഷൻ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരാൾ ഒരു ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കിട്ടിയ ഒരു ഔട്ട്ഫിറ്റ് ഇട്ട് കണ്ടാൽ അപ്പം തന്നെ മനസ്സിലാവും അപ്പോൾ ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് എനി ഗ്രൂപ്പ്സ് ഓർ ഗാങ്സ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. അവിടെ നിന്നാണ് ഇങ്ങനത്തെ ഐഡിയാസ് വരിക. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ തന്നെ
ഫോർട്ട് കൊച്ചി, പിന്നെ ചില ദർ ആർ സം പോക്കറ്റ്സ് ലൈക്ക് ദാറ്റ് ഇൻ ഇന്ത്യ വേർ ഇങ്ങനത്തെ ഐഡിയാസ് വരും. അപ്പോൾ ദാറ്റ് ഹാഡ് ടു ബി ഫ്രം ദ അവിടുത്തെ ഗാട്ട ഗുസ്തി ഹിസ്റ്ററി ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചില ക്യാരക്ടേഴ്സ് ഇവർക്കൊക്കെ ഗാട്ട ഗുസ്തി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ പടത്തിൽ. അപ്പോൾ അത് ഫോർട്ട് കൊച്ചിയിൽ സെറ്റ് ചെയ്താലേ ശരിയാവുള്ളൂ. സെറ്റ് ആവുള്ളൂ. അപ്പൊ ആ സ്ഥലമോ ഇവര് ഇത് റിംഗ് ഒക്കെ പ്ലേസ് ചെയ്തേക്കുന്ന സ്ഥലമില്ലേ, അതെങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്തെടുത്തേ? കാരണം അത് ഈ പറഞ്ഞ പോലെ ഒരു അബാൻഡൻ സ്ഥലമല്ലേ, അത് നിങ്ങൾ സെറ്റ് ചെയ്തതല്ലേ? സെറ്റ് ചെയ്താണ്. ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക്? അത് മേ ബി ലൈക്ക് 1 month ഈ സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഷൂട്ട് ചെയ്ത് പറയണമെന്ന് അറിയില്ല, പക്ഷെ എല്ലാം വേറെ വേറെ സ്ഥലത്താണ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു ഇതാക്കിയതാണ്. പക്ഷേ റിംഗ് സെറ്റ് ചെയ്യാൻ ഇറ്റ് ടേക്ക് 1 month. പക്ഷേ പിന്നെ അതിന്റെ വേറെ വേർഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ദേഴ്സ് എ ലോക്കൽ വേർഷൻ, പിന്നെ ക്ലബ് വലുതാകുമ്പോൾ ലൈറ്റ്സ് ഒക്കെ. അത് ആക്ച്വലി സുനിലേട്ടന് 1 or 2 days കിട്ടിയിട്ടുള്ളൂ അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. സോ അതൊക്കെ ഹ്യൂജ് ക്രെഡിറ്റ് ടു ഓൾ ഓഫ് ദം. ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളാണ് ഞങ്ങൾ പോയത് ആൻഡ് വെരി ഫാസ്റ്റ് ഷൂട്ട്. ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫൈറ്റിൽ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു ആ ഷൂട്ട് ഡേയ്സിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഓരോ ഡിപ്പാർട്ട്മെന്റും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ കാസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത് അത് എപ്പോഴാണ് നടക്കുന്നത്? അതായത് ഏത് ഇയറിലായിരുന്നു? ഇതാണ് നമ്മുടെ ഇപ്പോഴേ നമ്മൾ കാണുന്ന ഫൈനൽ കാസ്റ്റിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ജൂണിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഡിസംബറിൽ ഓൾമോസ്റ്റ് കാസ്റ്റിംഗ് ഫൈനലായി. ദ ചാലഞ്ച് വാസ് ഈ ന്യൂ ആക്ടേഴ്സിനുള്ള ഈ പുതിയ എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുക്കണം. അപ്പോൾ ട്രെയിനിങ് പിന്നെ ആക്ടിങ് തന്നെ ചെയ്യാനുള്ള ഒരു ഫ്രീഡം. അപ്പോൾ അവർ ഈ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഈ വിത്ത് ശ്രവൺ ഡേവിസ് ഇവരായിരുന്നു നമ്മളെ ട്രെയിനേഴ്സ് ഫോർ പാർക്കോർ ആൻഡ് സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ. അവരെ കൂടെ അവർ ട്രെയിൻ ചെയ്തപ്പോഴാണ് ദേ ഗോട്ട് ദിസ് കമറാഡറി ആൻഡ് അവരൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ആയത്. പിന്നെ അത് സ്ക്രീനിൽ ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഡെയിലി ഷൂട്ടിന്റെ സമയത്ത് ഈ കാരവാനിൽ അർജുൻ്റെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ അർജുനൊക്കെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇറങ്ങിയൊരു ഒരുപാട് സിനിമകളുടെ സമയത്ത് എല്ലാവരും ചോദിക്കും ചത്തപ്പച്ച എന്തായി വരും, അർജുൻ ഇങ്ങനെ വരും, ഒരു സംഭവമായിരിക്കും. ഹി വാസ് വെരി എക്സൈറ്റഡ്. അതായത് എപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ, എപ്പോഴൊക്കെ നമ്മൾ ഇത് ചോദിച്ചിട്ടുണ്ടോ, വി കുഡ് സീ ദാറ്റ് ഇൻ ഹിസ് ഐസ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ സിനിമയ്ക്കുള്ള ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ്. എല്ലാവരും അർജുൻ, വിശാഖ്, റോഷൻ, ഇഷാൻ 1 year ഫുള്ളി എല്ലാം മാറ്റി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അർജുൻ ആകെ പോയിട്ടുള്ളത് പ്രൊമോഷന് വേണ്ടിയിട്ടാണ്, മറ്റേ പടത്തിന് വേണ്ടിയിട്ട്. ബട്ട് ഷൂട്ട് വൈസ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിപ്പോ നമ്മള് അതിൻ്റെ അകത്തുള്ള എല്ലാ ആൾക്കാരും ഇടി പരിപാടിയാണല്ലോ, ഫിസിക്കൽ പരിപാടിയാണല്ലോ. ഇവർക്കൊക്കെ പരിക്കുകളും പറ്റിയിട്ടുണ്ടാവും, എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവും. എത്ര രൂപ ചികിത്സാ ചെലവിനായിട്ടുണ്ട് പ്രൊഡ്യൂസർ? അല്ല, അവർക്ക് സത്യം പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും അവർ അന്ന് തന്നെ തിരിച്ചു വരും. ഈ ഹോസ്പിറ്റലിൽ പോകണമൊക്കെ IV പിടിക്കാനൊക്കെയാണ്. അത് അപ്പൊ തന്നെ ഇഷാനൊക്കെ ഈ ഫീവറൊക്കെ ആയിട്ട് എല്ലാവർക്കും പനിയൊക്കെ വന്നിരുന്നു. ഫുൾ ടൈം എല്ലാവർക്കും ഒരു ഔട്ട് ഓഫ് 60 days അറ്റ്ലീസ്റ്റ് 30 days എല്ലാവർക്കും ഓരോ പനികളൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ടും ഇഷാനൊക്കെ റിങ്ങിൻ്റെ അകത്ത് ഉറങ്ങുക, അർജുൻ പെട്ടെന്ന് IV പോയെടുക്കുക, നമ്മുടെ വിശാഖും ഡാറ്റുവിനൊക്കെ ഭയങ്കര സീരിയസ് ലെഗ് ഇഞ്ചുറി ഒക്കെ ഉണ്ടായി. പക്ഷെ അപ്പം തന്നെ അവർ ടേൺ അറൗണ്ട് ചെയ്യും. കാരണം അവർക്കറിയാം നമ്മളൊരു ഡേ ഹോൾഡ് ചെയ്താൽ ഈവൻ നമ്മുടെ ലക്ഷ്മി ചേച്ചിക്കൊക്കെ എല്ലാവർക്കും ഓരോ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കറിയാം ഒരു ഡേ ഹോൾഡ് ചെയ്താൽ അത്ര എക്സ്പെൻസ് മാത്രമല്ല എല്ലാവരുടെ ഡേറ്റ്സും ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ആർക്കും ഒരു ഈഗോ ഓർ നോ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇത്ര വലിയ ആക്ടറാണ്, ഞാൻ എൻ്റെ ടൈമിൽ ഞങ്ങൾ ചെയ്തോളൂ. എല്ലാവരും മനസ്സിലായി. കാസ്റ്റ് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എല്ലാവരും, അതായത് അവരാ ഗുസ്തി ഇത് ഇടിപിടിക്കുന്ന എല്ലാ മനുഷ്യന്മാരും കറക്റ്റ് പ്ലേസ്മെന്റാ. പക്ഷെ ഇതിലെ ചില ആളുകൾ ഇത് ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ആലോചിച്ചു എന്ന് തോന്നും. അതിൽ ഫസ്റ്റ് വൺ ഇസ് വെട്രി. റോഷനെ നമ്മളിങ്ങനെ അത്ര ഹൈയിൽ നമ്മൾ കാണാറില്ല. റോഷനെ നമ്മൾ കാണുമ്പോൾ കുറച്ചും കൂടെ സട്ടിലാണ് ആളെപ്പോഴും. റോഷൻ ഓൺ ബോർഡ് വരാനുള്ള കാരണം എന്താ? ഹൂസ് ഐഡിയ വാസ് ദാറ്റ്? സോ റോഷൻ ആക്ച്വലി അദ്വൈതിന്റെ ഒരു Roshan and actually this Roshan and Advait has worked before. അവർ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വി ഹാഡ് മെനി ഓപ്ഷൻസ് ഇൻ ദ ബിഗിനിങ്. ഓബ്വിയസ്ലി എല്ലാ പടത്തിലും അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ റോഷൻ ആക്ച്വലി ഇസ് ഇൻട്രസ്റ്റിംഗ്ലി ബിക്കോസ് ഇപ്പോൾ പറഞ്ഞ പോലെ ഹി ഹാസ് നെവർ ഡൺ സംതിങ് ലൈക്ക് ദിസ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈവൻ അർജുൻ നോക്കുകയാണെങ്കിൽ അർജുൻ ഇങ്ങനത്തെ ഒരു റോൾ ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. പിന്നെ വിശാഖിനെ കാസ്റ്റ് ചെയ്തപ്പോൾ ഓഫീസറിന്റെ മുന്നേ ആയിരുന്നു. അപ്പോൾ അതെ കുറെ മുന്നേ. അപ്പോൾ ആക്ച്വലി ഓഫീസറാണ് ഞാൻ എല്ലാവരും ഫസ്റ്റ് ഡേ ഒപ്പം പോയതാണ്. അപ്പോൾ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ആരും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടില്ല. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ചേഞ്ച് വരുത്താൻ പറ്റുക. ഇപ്പോൾ റോഷൻ സെയിം യൂഷ്വലി ചെയ്യണം എന്ന് പറയണ്ട, പക്ഷെ ഹി ഹാസ് എ യൂഷ്വൽ പാറ്റേൺ ഓഫ് ഫിലിംസ്. പക്ഷെ അത് ബ്രേക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്താലേ ആ ഇമ്പാക്ട് വരുള്ളൂ. പക്ഷേ ക്രെഡിറ്റ് ടു റോഷൻ. ഞങ്ങളുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. റോഷൻ ഫോർ എക്സാമ്പിൾ ഒരു ഫുൾ ഫിസിക്കൽ മേക്ക് ഓവർ ചെയ്തില്ലെങ്കിൽ വിൽ ബി വെരി ഡിഫിക്കൾട്ട്. ഫോർ എക്സാമ്പിൾ മുടി ഷേവ് ചെയ്തില്ലെങ്കിലോ അതോ അങ്ങനത്തെ ഒരു പ്ലാൻ ആയിരുന്നു ഞങ്ങൾ ഇനിഷ്യലി. ഇപ്പോൾ ലുക്ക് ടെസ്റ്റിൽ
he just trimmed his hair in the side, പിന്നെ ബോഡിയൊക്കെ കുറേ വർക്ക് ചെയ്തു and with some makeup and with his own charisma fully ട്രാൻസ്ഫോം ആയി. അപ്പോൾ അത് കണ്ടപ്പോൾ I was thinking, man, that's Vetri for sure. അപ്പോൾ അതൊരു ഐ മീൻ ഐ തിങ്ക് ദാറ്റ്സ് ക്രെഡിറ്റ് ടു റോഷൻ്റെ ഒരു ആക്ടിങ് എന്നാണ് ഈ ഒരു ക്യാൻവസ്. ബിക്കോസ് ഒരു ഹീസ് ഓൾസോ ഇൻ ടു തിയേറ്റർ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ട്. ഹി കൻ മോൾഡ് ഹിംസെൽഫ് ഇൻ ടു എനിത്തിങ്. പക്ഷേ ഹി ഈസ് വെരി ഡൗട്ട്ഫുൾ അല്ലേ? അത് ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറെ പറഞ്ഞു കേട്ടു. ഐ യു ഷുവർ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ്ടായിരുന്നു. അതെ അന്ന് തന്നെ ലുക്ക് ടെസ്റ്റിന് അന്ന് തന്നെ ചോദിച്ചു എന്താണ് യു ആർ ഷുവർ ഷൂട്ട് ഇപ്പോൾ 5 ദിവസത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഐ യു ഷുവർ എന്നൊക്കെ ചോദിക്കണത്. യെസ് വി ആർ ഷുവർ. അങ്ങനെ ഡൗട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അതായത് ഇത് എന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. മെയിൻലി ഈ സ്റ്റൺസിന്റെ ഒരു ഇതാണ്. ബിക്കോസ് പെർഫോമൻസ് വൈസ് എവറി വൺ ഇസ് ഷുവർ 100%, എവറി വൺ ഇസ് പെർഫെക്റ്റ് ഫോർ ദ റോൾ. പക്ഷേ ഫൈറ്റ് വൈസ് എല്ലാവർക്കും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ദീസ് ആർ വെരി എക്സ്ട്രീം വെരി ഡിഫിക്കൽട്ട് സാധനങ്ങൾ. ഇപ്പോൾ ഇഷാൻ ഒരു അത്ലീറ്റാണ്, എന്നിട്ട് ഇഷാനും ഒരു പേടി ഉണ്ടാവും ആ സമയത്ത്. ഇങ്ങനത്തെ ഒരു ബാക്ക് ഫ്ലിപ്പ് ഫ്രം ദ ടോപ്പ് ഒക്കെ ചെയ്യാൻ ഒരു പേടി ഉണ്ടാവും. യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ ഹീസ് എ ഡാൻസർ ആൻഡ് ഹീസ് എ ബാസ്കറ്റ്ബോൾ പ്ലെയർ. പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ ആർക്കും പേടി ഉണ്ടാവില്ലേ? ഹീസ് നോട്ട് ആൻ ആക്രോബാറ്റ്, അത് വേറൊരു സാധനമാണ്. അപ്പോൾ ഭയങ്കര ടഫാണ്. ഇഷാൻ ഹാസ് വർക്ക്ഡ് സോ ഹാർഡ് ഇൻ ടു ഡൂയിങ് ദിസ്. ഒരു എന്താണ് ഇപ്പോൾ ഇഷാന്റെ ഡയറ്റ് നോക്കുകയാണെങ്കിൽ ഞാനെല്ലാം ഒബ്വിയസ്ലി വീട്ടിലെല്ലാം കണ്ടാണ്. അപ്പോൾ ബാക്കി എല്ലാവരും ദേ ഡൂയിങ് ഇൻ ദ ഹൗസ്. പക്ഷേ ഇഷാൻ ഞാൻ നേരിട്ട് കണ്ടാണ്. അപ്പോൾ ദ ഡയറ്റ്, ദ സ്ട്രിക്റ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ദ കറക്റ്റ് ടൈമിൽ ഉറങ്ങുക, ഇതൊക്കെ ഭയങ്കര ടഫാണ്. 3-4 times a day in the gym, ഇതൊക്കെ ഈ ഹാർഡ് വർക്ക് ഒക്കെ കണ്ടിട്ടേ ആളെ എങ്ങനെ ഹൗസ് ഇറ്റ് വാച്ചിങ് എ ലിറ്റിൽ വൺ ആസ് ലിറ്റിൽ good. I mean, what can I say? I mean, it is ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്താണ്. ഓൾദോ ഈസ് 5 years younger than me. ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്താണ്. കണ്ടാൽ മനസ്സിലാവില്ലേ? അപ്പോൾ ഐ മീൻ ഭയങ്കര ഒരു ലൈക്ക് റിലീസ് ചെയ്യുന്ന ഇമോഷണൽ ആയിരുന്നു ആക്ച്വലി. ബിക്കോസ് എന്താ പറയുക, ഈ സ്റ്റാർട്ട് ടുഗദർ എല്ലാവർക്കും കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും യുനോ ഇത് ചെയ്യാൻ പറ്റുമോ, കുറേ സീനിയേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രി ഇതൊക്കെ പറഞ്ഞു ഈ പിള്ളേരെന്ത് ഇത്രയും വലിയൊരു ഡ്രീമൊക്കെ വെച്ചിട്ട് എല്ലാവരും വരും, പക്ഷേ ബൗണ്ട് ഫോർ ഫെയിലിയർ kind of a thing. അപ്പോൾ അങ്ങനത്തെ കുറേ ഡൗട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ക്രൂ ആൻഡ് കാസ്റ്റ് പ്ലസ് പ്രൊഡ്യൂസർ ഓൾസോ ആവറേജ് ഏജ് ഇസ് 30 and below. early 30s. അത് ഭയങ്കര ദാറ്റ് മസ്റ്റ് ബി എ ഫസ്റ്റ് ടൈം ഫോർ ഷുവർ. അതിന്റെ മേലെ നമ്മളെ ചത്താപ്പച്ച സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂസ് കാണുമ്പോ ഓക്കെ ദിസ് ഇസ് ദ കാസ്റ്റ് ആൻഡ് ക്രൂ. ഇവരാണോ ഇത് കൊണ്ടുവന്നത്? ഈവൻ സിനിമാറ്റോഗ്രാഫർ ആനന്ദ് കുറെ എക്സ്പീരിയൻസ് ഉണ്ടായാലും ഹീസ് 33, പ്രൊഡ്യൂസേഴ്സ് 30, ഡയറക്ടേഴ്സ് 28. അപ്പോൾ ആൻഡ് കാസ്റ്റ് ഇസ് ഓൾ ലൈക്ക് മാക്സിമം 32, മറ്റേതൊക്കെ 21, 22. പിന്നെ ഒരു റോസ 7 years old. അപ്പോൾ ഇവരെ വി ആർ ഓൾ വെരി യങ്. അപ്പോൾ ഐദർ വി ആർ stupid and foolish or we had some a big dream which we achieved. അപ്പോൾ ഇഷാൻ മാത്രമല്ല, റോഷൻ, വിശാഖ് എല്ലാവരും ഒരു ജേർണിയും സക്സസും കാണുമ്പോൾ അദ്വൈത്തിൻ്റെയും ഇറ്റ്സ് വെരി സാറ്റിസ്ഫൈങ്. ഇപ്പൊ ഇഷാന്റെ ജേർണി കാണുന്നത് ഒരു സൈഡില്, ഒരു ഷിഹാൻ ഷൗക്കത്ത് പ്രസൻസ് എ റിയൽ വേൾഡ് എന്റർടൈൻമെന്റ് പ്രൊഡക്ഷൻ ചത്താപ്പച്ച. ഇതിങ്ങനെ വലിയ സ്ക്രീനിൽ കാണുമ്പോ ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ഹൗ ഡിഡ് ഇറ്റ് ഫീൽ? അൺബിലീവബിൾ. ഞാൻ സ്റ്റക്കായി പോയി. കാരണം ഞാൻ എഡിറ്റിൽ ഞാൻ കുറേ കണ്ടാണ്, പക്ഷെ തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ സൗണ്ട് എഫക്റ്റ് ഒക്കെ വരുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നു. ഞാൻ വിചാരിച്ചു എന്നെ ആർക്കും അറിയില്ല, പക്ഷേ ഇറ്റ് വാസ് സച്ച് എ കൂൾ മൂമെന്റ് ടു സീ യുവർ നെയിം യുനോ ഈവൻ ഇൻ ട്രെയിലേഴ്സിലും. പിന്നെ തിയേറ്ററിലും എസ്പെഷ്യലി കാണുമ്പോൾ ഫസ്റ്റ് ടൈം വാസ് അൺബിലീവബിൾ. ഐ മീൻ ഞങ്ങൾ അന്ന് ഫസ്റ്റ് ടൈം ദുബായിൽ കണ്ടപ്പോഴും ഈ വനിതയിൽ കണ്ടപ്പോഴും ദാറ്റ്സ് എ തിയേറ്റർ വി യൂസ്ഡ് ടു ഗോ ആസ് കിഡ്സ്. എന്നിട്ട് ആ തിയേറ്ററിൽ തന്നെ നമ്മൾ പേര് വലിയ ലെറ്റേഴ്സിൽ ഇങ്ങനെ കാണുമ്പോൾ ഗൂസ്ബംസ് ആണ് ഭയങ്കര. ശരിക്കും സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് അൺബിലീവബിൾ. പക്ഷെ അത് പ്രോസസ് ചെയ്യാൻ തന്നെ ടൈം കിട്ടിയില്ല. കാരണം ഇത്രയും വലിയൊരു സാധനം ഒരു വീക്കെൻഡ് 2 years ഓഫ് ഹാർഡ് വർക്ക് ഒരു വീക്കെൻഡിൽ തന്നെ ഇത് കഴിഞ്ഞു. ദിസ് ഇസ് ഇറ്റ്. പിന്നെ എല്ലാ ദിവസവും ജസ്റ്റ് വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ഇറ്റ് ഈവൻ ബിഗർ ആൻഡ് ബിഗർ. ഓരോ സാധനങ്ങൾ ഇങ്ങനെ വേറെ ലാംഗ്വേജസ് റിലീസ് വരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ വി ആർ നോട്ട് ഗെറ്റിംഗ് ടൈം ടു റിയലി പ്രോസസ് ഇറ്റ്. ഇതൊക്കെ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക വാട്ട് വി ഹാവ് റിയലി ഡൺ. അപ്പോൾ ഐ തിങ്ക് ഇപ്പൊ അദ്വൈത ഏതോ ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയേണ്ടായിരുന്നു, ഇവിടെ ഞങ്ങൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയാലും ഷിഹാൻ വിൽ ബി ലൈക്ക് നമുക്ക് കുറച്ചുകൂടി ചിലപ്പോൾ ഒന്നുകൂടെ ഒന്നെടുത്താൽ ഒന്നുകൂടെ നന്നായിട്ട് വരുന്നു. ഇതിങ്ങനെ പറയുമ്പോഴേ, അതായത് ഓക്കെ യു ആർ ദ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ,
പക്ഷെ സ്റ്റിൽ ഇത്രയും ആൾക്കാരെ ഓക്കെ പറയുന്നിടത്താണ് നമ്മൾ പറയുന്നത് നമുക്ക് ഒന്നുകൂടെ പോവാന്ന്. അത് ഉള്ളിലൊരു പേടിയില്ലേ ദൈവം ഇത് നിങ്ങൾക്ക്? എനിക്ക് രണ്ട് സൈഡ് ഉണ്ട് അതില്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്, ലൈക് ക്രൂ നോക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതെ, they are young, പക്ഷെ they are very experienced. So they could have easily told me, see, നീ ഒരു പൊട്ടനാണ്, നീ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ, നീ ഇത് okay ആണെന്ന് അതെ പറയാം. പക്ഷെ they really റെസ്പെക്ട് ആണോ അതോ അപ്രീസിയേഷൻ ആണോ അറിയില്ല, they were very keen on, you know, accepting that sort of feedback. ഞാൻ ആനന്ദിന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഈവൻ ഫ്രെയിം വൈസ് പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യും. ഓ യു വാണ്ട് ലൈക്ക് ദിസ്, യു വാണ്ട് ലൈക്ക് ദാറ്റ്, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യും. നൗ വേറൊരു സൈഡ് എന്ന് പറഞ്ഞാൽ വി ഹവ് വർക്ക് സോ ഹാർഡ്. ഇത്ര 2 years ആയിട്ട് എല്ലാവരും ഒരേ റൂമിൽ കൊണ്ടുവരാൻ for 60 days ഇത്ര നേരം ഞങ്ങൾ വർക്ക് ചെയ്തു. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഓക്കെ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, അത് പെർഫെക്റ്റ് ആക്കാനുള്ളൊരു ഇത് വേണം. അതിന് മലയാളത്തിലൊരു സെയിങ് ഉണ്ട്, എന്താണെന്നറിയോ, വേവുവോളം കാത്തില്ല ഇനി ആറുവോളം കാത്തുകൂടെയെന്ന്. എത്രയും കൂടെ ഒന്ന് ചെയ്ത അല്ലേ. ഇതിപ്പോ എല്ലാ സാധനങ്ങളും മൾട്ടിപ്പിൾ ടൈംസ് ഷിഹാൻ കണ്ടിട്ടുള്ളതായിരിക്കും, കാരണം ഇതിന് ദിസ് ഇസ് എ ബേബി ഓഫ് യോഴ്സ്, തുടക്കം തൊട്ടുണ്ടല്ലോ, അപ്പൊ കണ്ടിട്ടുണ്ടാവും. പക്ഷെ സ്ക്രീനില് ഒരൊറ്റ സീൻ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് വിത്ത് ദി ഓഡിയൻസ്. അത് ഇതായിരുന്നു ഇന്റർവെൽ ബ്ലോക്ക് ഫൈറ്റ്. ഓ മൈ, അർജുൻ വേഴ്സസ് ഇഷാൻ, സാവിയോ വേഴ്സസ് ലിറ്റിൽ. ദാറ്റ് ഈസ് അതിന്റെ ക്വാളിറ്റി മാത്രമല്ല, ഐ തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റ് പീസസ് ഇൻ മലയാളം സിനിമ സോ ഫാർ. അത് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ നമ്മൾ അതിൽ കുറച്ച് ഫ്ലാഷ് കട്ട്സ് വെച്ചിട്ടുണ്ട് ചൈൽഡ്ഹുഡിന്റെ. അത് ദാറ്റ്സ് ലൈക്ക് ഗോയിങ് ടു മൈ ഓൺ ചൈൽഡ്ഹുഡ്, യുനോ, ലൈക്ക് ഞങ്ങൾ ആ സെയിം ഫൈറ്റ്സ് ചെയ്തിട്ടുണ്ട് വീട്ടില്. അപ്പൊ അത് കാണുമ്പോൾ അതെ അത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് അൺബിലീവബിൾ. പിന്നെ ആ ക്വാളിറ്റി ഓഫ് ഫൈറ്റ് ഇസ് ഓൾസോ സോ ഗുഡ്. പിന്നെ അതിൻ്റെ അകത്ത് എമോഷൻസും ഉണ്ട്, ഫണ്ണും ഉണ്ട്. ഇറ്റ്സ് 2 brothers കൊറിയോഗ്രാഫിങ് എ ഫൈറ്റ്. അത് കാണുമ്പോൾ it was emotional. I mean, കാണുമ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പിന്നെ ഒരാൾ മിനോണാണ്. മിനോൺ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി കാണുന്ന ഒരാളല്ല ഇൻ റിയൽ ലൈഫ് ആൻഡ് ഇൻ റീൽ. ഇത് ആളെ എങ്ങനെയാണ് അത്ര ഒച്ചപ്പാട് ഉണ്ടാക്കുന്ന ആളായിട്ട് വെൽക്കം ടു ഫ്രൈഡേ ഫൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് ആണ്, പാട്ട് പാടാനും. ഇൻ റിയൽ ലൈഫ് കുറച്ച് ക്വയറ്റും ഷൈ ആയാലും when the camera is on പുള്ളി വേറൊരു ലെവലാണ്. ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് what an actor. സത്യം പറഞ്ഞാൽ there's a lot of hidden talent in him. അപ്പോൾ എന്തും ചെയ്യാം, എന്ത് പറഞ്ഞാലും ചെയ്യും പുള്ളി. അപ്പോൾ ദിസ് വാസ് ലൈക്ക് എന്താണ്, ബ്രീഫ് റീഡ് ചെയ്തപ്പോൾ തന്നെ ഹി വാസ് ലൈക്ക് ഓൺ. ഓഡിഷനിലുള്ള ഞങ്ങൾ ചെയ്ത സീൻ തന്നെ ഇതാണ്, ഐ യു റെഡി ഫോർ ഫൈറ്റ് നൈറ്റ്, ആ ഒച്ചത്തിലുള്ള സാധനം. അപ്പോൾ പുള്ളി പൊളിച്ചു. We had approached a couple of other people before that, പക്ഷേ മിനോൺ വന്നപ്പോൾ there was no other. സത്യം, വണ്ടർഫുള്ളി. പിന്നെ ഭസ്മാസുരൻ, ഹീസ് എ സിനിമാറ്റോഗ്രാഫർ. നോ, ആളുടെ ആദ്യത്തെ സിനിമയില് ഇത് എനിക്ക്. പക്ഷെ പുള്ളിനെ ഓൺ സ്ക്രീൻ കണ്ടപ്പോൾ ഭയങ്കര പരിചയമുള്ള ഒരാളെ പോലെ തോന്നി. പുള്ളിന് നല്ല പരിചയം ഉണ്ടല്ലോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ആള് സിനിമാറ്റോഗ്രാഫർ ആണോ. ഇപ്പൊ ഡ്രാമയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് ഞാൻ കേട്ടു, പക്ഷെ സ്റ്റിൽ ആളെ അഭിനയിപ്പിക്കാം, ആളെ കൊണ്ടുവരാം. കാരണം ഈ ഭസ്മാസുരൻ എന്ന് പറയുന്ന റോൾ അത്ര ചെറിയ റോളല്ലോ. ആള് ഒരേ സമയം ഒരു കോഴിയാണ്, ഒരേ സമയം കുറച്ച് സീരിയസ് ആണ്. അപ്പം എങ്ങനെയാ അത് പുള്ളിയെ കണ്ടുപിടിച്ചേ? അപ്പോൾ again he is in റോഷൻസ് പ്ലേ. അപ്പോൾ റോഷന്റെ പ്ലേ ബൈ 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 പാസ്. അപ്പോൾ റോഷനും ശ്യാമും they are like college friends. അപ്പോൾ ഞങ്ങൾ പ്ലേ കാണാൻ പോയി. അതിന്റെ മുന്നേ അദ്വൈത് ആദ്യം കണ്ടു, പിന്നെ ഞാൻ പോയി കണ്ടു. ആൻഡ് അതിന് മുന്നേ തന്നെ അദ്വൈത് ടോൾഡ് മീ ലൈക്ക് ഇങ്ങനത്തെ ഒരു ആക്ടർ ഉണ്ട്, ഐ തിങ്ക് വി ഷുഡ് ഗോ ഫോർ ഹിം. ആക്ച്വലി ആ പ്ലേയിൽ 2-3 ആർട്ടിസ്റ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ശ്യാം ആ റോളിന് പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ശ്യാമിന്റെ ഇപ്പോൾ ആർക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ തിയേറ്റർ റെസ്പോൺസ് കണ്ട് നോക്കുകയാണെങ്കിൽ ഈസ് ദ മോസ്റ്റ് റിലേറ്റബിൾ ക്യാരക്ടർ. പുള്ളിയാണ് എല്ലാവരും ഒരു എന്താണ് ഒരു ക്രൗഡ് ഫേവറേറ്റ്, അങ്ങനെ ആളുണ്ട്. പിന്നെ പുള്ളിയുടെ ആർക്ക് നോക്കുകയാണെങ്കിൽ യു റൂട്ട് ഫോർ എ ക്യാരക്ടർ അല്ലേ. അപ്പോൾ പുള്ളിയുടെ കോമഡിയും പുള്ളിയുടെ ആക്ഷൻ ആയാലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹീസ് ഓൾസോ ഇൻ റിയൽ ലൈഫ് ഓൾസോ എ പേഴ്സൺ ലൈക്ക് ദാറ്റ്, ലൈക്ക് വെരി ലവബിൾ. നമുക്കൊന്ന് ഈസ് വെരി ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ് ഓൾസോ. അപ്പോൾ അങ്ങനത്തെ ഒരു ആക്ടർ വരുമ്പോൾ ആൻഡ് ഹൗ ഹി ഫിറ്റ്സ് ദ റോൾ ഓൾസോ ഐ തിങ്ക് അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തു. റോസമ്മ എന്റെ പൊന്നോ, കാരണം ചത്താപ്പച്ചയിൽ റോസമ്മയ്ക്കുള്ള ഒരു റോൾ ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ വി ഹാവ് മെനി ടാലന്റഡ് കിഡ്സ്, പക്ഷെ ചത്താപ്പച്ച പോലെ ഒരു സിനിമ വരുമ്പോൾ ആ വൈബില് മട്ടാഞ്ചേരിയിൽ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടീനെ വേണം അല്ലേ. ഈ റോസമ്മേനെ കണ്ടുപിടിക്കല്, അതും അയ്യോ വേദ എന്നല്ലേ കുഞ്ഞിന്റെ പേര്, വേദിക. അയ്യോ എന്ത് അത്, അവളുടെ വർത്തമാനമൊക്കെ നമുക്ക് അങ്ങോട്ട് ഉണ്ടല്ലോ, ഒരു ചുപ്പിച്ചൊക്കെ വെച്ചെടുക്കാൻ തോന്നുന്നു. പിന്നെ കവളത്തൊക്കെ ചെന്ന്, പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട് ആള്. എങ്ങനെയാ ആളെ ഫൈൻഡ് ചെയ്തത്? ഇൻസ്റ്റാഗ്രാം ഭയങ്കര ഫേമസ് ആണ്. അതെ, ഇൻസ്റ്റാഗ്രാം പ്ലസ് ഓഡിഷൻ. പക്ഷെ പുള്ളിക്കാരൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കട്ട് പറയുമ്പോഴാണ് എനർജി കൂടുക. നോൺ സ്റ്റോപ്പ് ടോക്കിംഗ്, എല്ലാരും മടിയിൽ വന്നിട്ട് കണ്ടല്ലേ. അതെ സെയിം എക്സാക്ട് സെയിം. ഭയങ്കര പറച്ചിലും പിന്നെ ഭയങ്കര ടോക്കാണ്. പെർഫോമൻസ് വൈസ് ഓഫ് കോഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായത് ഇത്ര എനർജറ്റിക് ആക്ച്വൽ പേഴ്സൺ സ്ക്രീനിൽ വരുമ്പോൾ ഇത്ര ഇമോഷണലി റൂട്ടഡ് റോൾ എങ്ങനെ ചെയ്യാന്നല്ല. പക്ഷേ അത് അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ കട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ എനർജി, പിന്നെയും നോ സ്റ്റോപ്പിങ്. അപ്പോൾ അത് ഭയങ്കര ഒരു, പിന്നെ വേദികയുടെ പേരൻസും എപ്പോഴും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ദേ വർ വെരി സപ്പോർട്ടീവ് ആസ് വെൽ. ആൻഡ്
ആ പെർഫോമൻസ് ഞങ്ങളുടെ സെറ്റിൽ ഇപ്പം മമ്മൂക്കായാലും അർജുനായാലും റോഷനായാലും ദേ ആർ ഓൾ ബിഗ് ആക്ടേഴ്സ്. അതെ. പുള്ളിക്കാരി അതൊന്നുമില്ല. ഷീൽ ഗോ ആൻഡ് സിറ്റ് ഓൺ ദ ലാബ്സ് ആൻഡ് സംസാരിക്കുക അങ്ങനത്തെ ഒരു കൺട്രോൾ ഇല്ലാണ്ട് ഒരു ഇതാണ്. അപ്പോൾ ഈ മമ്മൂക്കനെ വിളിച്ചുകൊണ്ടിരാന്ന് പറയുന്നത് മമ്മൂക്കനെ നേരത്തെ അറിയാം എന്ന് എനിക്കറിയാം. കാരണം ഐ ഹവ് സീൻ എ റീൽ ഓഫ് ഹിം സെയിങ് ദാറ്റ് ഡയറക്ടറാണ്, ഇനിയിപ്പോ കഥാകൃതാന്നൊക്കെ പറഞ്ഞ് വരും എന്ന് ഐശ്വര്യലക്ഷ്മിയോട് പരിചയപ്പെടുത്തി കൊടുക്കുന്ന റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ആദ്യം മമ്മൂക്ക അല്ലായിരുന്നു എന്ന് ഞാൻ കേട്ടായിരുന്നു. അതിപ്പം മമ്മൂക്ക അല്ലായിരുന്നോ? അല്ല, അങ്ങനെയല്ല. മമ്മൂക്ക ഓഫ് കോഴ്സ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പൊ സുനിലേട്ടനും ജോർജേട്ടനും ദേർ ആർ ലൈൻ പ്രൊഡ്യൂസർ ആൻഡ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. അപ്പോൾ അവരെ ആക്കി തന്ന തന്നെ മമ്മൂക്കായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച സമയത്ത് ഹി വാസ് മൈ വിറ്റ്നസ്. സൈൻ ചെയ്ത് മമ്മൂക്കായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും കളിയാക്കും എന്റെ വൈഫിന്റെ വിറ്റ്നസ് പുള്ളിക്കാരി കസിൻ ആയിരുന്നു. എന്റെ വിറ്റ്നസ് മമ്മൂക്കായിരുന്നു. Mammootka is always with us personally. Even recently, my family, we went through a very tough time health wise, and ഒരാള് എല്ലാ ദിവസവും ഡെയിലി വിളിച്ചിട്ട് ഒരു അരമണിക്കൂർ സംസാരിക്കും. That's Mammootka. So that's the kind of person he is, you know. Like even when he is going through such a tough time in his own personal health, ആ സെയിം സമയത്ത് he only cares about us, you know. അത് ഭയങ്കര അത് ഒരുപാട് പേര് പറയൂട്ടോ. അതായത് ഇത്രയും എത്ര മോശം സമയത്തിലൂടെ പോയാലും വേറൊരാൾക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞാൽ അന്വേഷിക്കുന്ന ഒരാൾ മമ്മൂക്കയാണ്. അത് മാത്രമല്ല, വെറുതെ ഇങ്ങനെ ടെക്സ്റ്റ് ഒന്നുമില്ല, ഡെയിലി 1 hour കോൾ, വേറെ എന്തെങ്കിലും ടോപ്പിക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ടോക്ക്. അത് ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. എസ്പെഷ്യലി ലൈക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും നമുക്കുടെ ലൈഫിൽ. പക്ഷെ എന്നിട്ടും ഇത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളെ. അപ്പോൾ മമ്മൂക്ക ഓൾവേസ് വോൾട്ടറിൻ്റെ ക്യാരക്ടർ വാസ് ഓൾവേസ് മമ്മൂക്ക. പക്ഷെ അവിടെ എത്താൻ പേഴ്സണലി ഈസ് ഈസി. പക്ഷേ പ്രൊഫഷണലി എന്ന് പറയുമ്പോൾ ഹീസ് ഡൺ 500+ മൂവീസ്. അതൊരു റെസ്പെക്ട് ചെയ്യണം. ദിസ് ഈസ് എ വെരി യൂത്ത് ഓറിയൻറ്റഡ് ഫിലിം വിത്ത് ഓൺലി ലൈക്ക് അങ്ങനത്തെ ഒരു വൈബാണ്. വിൽ ഹി ലൈക്ക് ടു ജോയിൻ സച്ച് എ ഗ്രൂപ്പ്? പുള്ളിക്കാരുടെ ഇസ് എ സ്റ്റോറി ഓഫ് ഹിസ് ലെവൽ. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ചെയ്യുന്ന കഥകളൊക്കെ ഭയങ്കര ലേയേർഡ് ആയിട്ടുള്ള. അതെ. അപ്പോൾ ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞ ഒരു ലൗഡ് ആൻഡ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ വിലി ലൈക്ക് ഇറ്റ്, അങ്ങനത്തെ ഒരു ഫിയർ ഉണ്ടായിരുന്നു. പക്ഷേ ഷൂട്ടിൻ്റെ ഒരു 30-40 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പുള്ളി യെസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുവരെ വി ഹാഡ് നോ അതർ ഓപ്ഷൻ. ഒരു ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണ്, ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണ്. അപ്പോൾ അങ്ങനെ ഒരു വെയിറ്റിംഗ് ഗെയിം ഉണ്ടായിരുന്നു. പക്ഷേ ഹി വാസ് ഹാപ്പി വെൻ ഹി ഹാഡ് ദി സ്ക്രിപ്റ്റ്. ആൻഡ് നമ്മൾ വിചാരിച്ച എന്താ വെച്ചാൽ ഒരു മിനിമം ഒരു സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കെങ്കിലും വോൾട്ടർ വരും എന്നാണ്. പക്ഷെ ഇത് ലാസ്റ്റ് ആകുമ്പോഴാണല്ലോ വരുന്നത്. അപ്പൊ നിങ്ങക്ക് തോന്നിയില്ലേ? കാരണം കയ്യിൽ കിട്ടിയേക്കുന്നത് മമ്മൂക്ക, പറയുന്നത് മുഴുവൻ വോൾട്ടറിന്റെ പിള്ളേരും. അപ്പൊ ഈ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് പുള്ളിനെ ഒന്നും കൂടെ പിടിച്ചിടായിരുന്നു എന്ന് തോന്നിയില്ല നിങ്ങക്ക്? ഓഫ് കോഴ്സ് മമ്മൂക്ക ഇതിലുള്ള 100%. പക്ഷെ അങ്ങനെ ഒരു ത്രൂ ഔട്ട് സ്ഥാനം ചെയ്താൽ പിന്നെ സ്റ്റോറി ഈസ് അബൌട്ട് ആക്ച്വലി അബൌട്ട് ആ ഗ്രൂപ്പിന്റെ സ്റ്റോറിയാണ്. അപ്പോൾ അവർക്ക് മാക്സിമം ഈ പ്ലോട്ടും ആർക്കുകളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഇറ്റ് ഈസ് ദെയർ സ്റ്റോറി. ആൻഡ് ഓഫ് കോഴ്സ് മമ്മൂക്ക ബീങ് ദ ഫിഗർ അബവ് ഓൾ, ദ മെന്റോർ. അതന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹി ഹാഡ് ടു കം ഇൻ ദാറ്റ് വെൻ ഹി കെയിം. പക്ഷെ അതിന് മുന്നേ ഇറ്റ്സ് അബൌട്ട് ദ ഗ്രൂപ്പ്, അവരുടെ റിലേഷൻഷിപ്സ്, അവരുടെ കോൺഫ്ലിക്ട്സ്, അവരുടെ ഈ ഡൈനാമിക്സ് ഒക്കെ. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ആസ് യു നോ ലൈക്ക് നമ്മുടെ പടം ഇസ് വെരി ടൈറ്റ്, പെട്ടെന്ന് എല്ലാം പോകുന്നതാണ്. അപ്പോൾ ഈവൻ ഇഫ് യു കെയിം ഇൻ ദ ലാസ്റ്റ് 20 minutes whatever, അത് ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഉള്ള ഒരു ടൈമിലാണ്. പക്ഷെ മമ്മൂക്കനെ കൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇതൊരു ഫുൾ ഓൺ അല്ലെങ്കിലും ഒരു മോസ്റ്റ്ലി ആക്ഷൻ ഉള്ള സിനിമയാണ്. അതിലേക്ക് കൊണ്ടുവരണം, ആൾ ഇത്തിരി ചെയ്യണം, ചെയ്യിപ്പിച്ചെടുക്കണല്ലോ. പുള്ളി ഈസ് റെഡി ടു ഡു എനിത്തിങ്. പക്ഷെ നമ്മള് ഇപ്പൊ ആളത്ര ഹെൽത്ത് വൈസ് ഒന്നും ഓക്കെ അല്ലാതിരിക്കുന്ന ഒരു സമയം. ഹൗ വാസ് ഇറ്റ്? ആക്ച്വലി ആ സമയത്ത് യു വിൽ നെവർ ബി ഏബിൾ ടു ടെൽ ഒരു ഹെൽത്ത് സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. ബിക്കോസ് ഹി വാസ് ഫുള്ളി ഓൺ. ആ ഫസ്റ്റ് ഡയലോഗ് ഇല്ലേ, അവിടെ വന്നിട്ട് ആ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹോൾ സെറ്റ് ഇങ്ങനെ കൈയടിച്ചിട്ട് ഭയങ്കര എനർജി ആയിരുന്നു. ബിക്കോസ് അത് ഇറ്റ് ഡസന്റ് ഫീൽ ലൈക്ക് ഹി വാസ് away for 1 month or 6 months or whatever. അപ്പം തന്നെ എല്ലാവരും മൂഡ് തന്നെ മാറി. പിന്നെ പുള്ളിയുടെ ഓരോ ഡയലോഗ് കഴിഞ്ഞിട്ട് എല്ലാവരും സെറ്റിൽ ഇങ്ങനെ കൈയടിക്കുക. നമുക്ക് തന്നെ ഇങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും കൈയടിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇത് എല്ലാ പ്രൊമോഷൻസിലും എല്ലാ ഇന്റർവ്യൂസിലും ആരാണ് ഈ ക്യാമിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇത് നിങ്ങള് അതായത് ഒരു ലാസ്റ്റ് ഒക്കെ ഇപ്പൊ ഞങ്ങൾ പിന്നെ ഗസ് ചെയ്തത് പുള്ളിയാണോ ഉറപ്പിച്ചു എന്ന്. കാരണം എന്താ വെച്ചാൽ
അർജുന്റെ മുഖത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഉണ്ട്. അർജുൻ ഒരു കാട്ട മമ്മൂട്ടി ഫാൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ എക്സൈറ്റ്മെന്റിൽ ഇറ്റ് ഇസ് വെരി എവിഡന്റ് അത് മമ്മൂക്കി ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു ഇത് നമുക്കുണ്ടായിരുന്നു, ആയിരിക്കും എന്നുള്ളൊരു തോട്ട്. പക്ഷെ ഒരു 70% ഓഫ് ദി ടൈം നമ്മൾ എല്ലാവരും ചോദിക്കുകയുള്ളൂ, നിങ്ങൾ ഇത് എങ്ങനെ ഒളിപ്പിച്ചു വെച്ചു, എങ്ങനെ സെറ്റ് ആക്കി വെച്ചു, ഇത് സത്യം പറഞ്ഞാൽ ഇത് പറയാതിരിക്കണല്ലോ. പുറത്ത് വന്നല്ലോ ആക്ച്വലി കുറെ വീഡിയോസിലൊക്കെ. അന്ന് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് തന്നെ സ്റ്റേറ്റ് അവാർഡ് ജയിച്ചിട്ടുള്ള കേക്ക് കട്ടിങ് വീഡിയോ പുറത്ത് വന്നു. അങ്ങനെ തന്നെ എല്ലാം പുറത്തു പോയി. പക്ഷെ ഞങ്ങള് ഇപ്പൊ ഇതിന്റെ മാർക്കറ്റിംഗ് വാസ് ഒരു മെയിൻ സാധനം ഇതിലുള്ള ഞാൻ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ളത് ഇതിന്റെ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ ഞങ്ങള് ചെയ്തിട്ടുള്ള ഇനി പ്രൊഡക്ഷൻ പരിപാടി ചെയ്തില്ലെങ്കിലും മാർക്കറ്റിംഗ് ഉണ്ടല്ലോ. റിയലി ഗുഡ് ഇൻ ദാറ്റ്. അതെ, അപ്പൊ എന്റെ ടീം സ്വാതി, സൗമ്യ, സജയ്, ഞങ്ങള് ഈ മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്താണ്. സംടൈംസ് ഷൂട്ടിന്റെ സമയത്ത് മോണിറ്ററിന്റെ ബാക്കിൽ ഞാൻ തന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് അന്നത്തെ റീലിടും. അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ എല്ലാം ലാസ്റ്റ് മിനിറ്റ് സാധനങ്ങളാണ്. പക്ഷെ എക്സിക്യൂഷൻ ചെയ്ത് ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. അതിൽ മമ്മൂക്കാൻ ഇങ്ങനെ ടീസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഓരോ പോസ്റ്ററിലെ എമ്മിലുള്ള ഷൈനിങ് കൊടുത്തിട്ട് ഈ ട്രെയിലറിൽ ബാക്ക് ഷോട്ട് മാത്രം, വോയിസ് മാത്രം അങ്ങനെ കൊടുത്താൽ പീപ്പിൾ ഗെറ്റ് സോ ക്യൂരിയസ്. അവരുടെ എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ട് വരും. പിന്നെ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ലാസ്റ്റ് മാത്രം വന്നാൽ എല്ലാവർക്കും കുറച്ചൊരു ദിൽ ബി എ ലിറ്റിൽ ഡൗൺ. പക്ഷേ ഇങ്ങനത്തെ ഒരു ചെറിയ എക്സൈറ്റ്മെന്റ് കൊടുത്തിട്ട് ഫോക്കസ് മെയിൻലി ഓൺ ദ ഗ്രൂപ്പ്, ഫോക്കസ് ഓൺ ദ തീം, കോൺസെപ്റ്റ് അതൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഉണ്ട് ഇതിൽ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഒളിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ അന്നത്തെ ഷൂട്ടിലുള്ള സമയത്ത് ഭയങ്കര പ്രൈവറ്റ് ആയിരുന്നു ഞങ്ങൾ ഷൂട്ട്. അപ്പോൾ സെറ്റിലായാലും മറ്റേ ഹോസ്പിറ്റൽ സീനിലായാലും ഇറ്റ് വാസ് വെരി പ്രൈവറ്റ്. ആകെ ആ സ്റ്റേറ്റ് അവാർഡ് ജയിച്ചുകൊണ്ട് ആ വീഡിയോ വന്നു. എവിടെയോ അങ്ങനെ ഒരു സാധനം വന്നു. പിന്നെ നമുക്കാകെ എല്ലാം സെറ്റിലും ഒരു ദിവസം ബിരിയാണി കൊടുക്കുമല്ലോ. അന്ന് ഫുൾ വീഡിയോസ് പുറത്തു എല്ലാവരും ഇങ്ങനെ സെൽഫീസ് ഒക്കെ ഇടുന്നു. ഭയങ്കര ടഫായിരുന്നു. ഞങ്ങളെ കാസ്റ്റിൽ തന്നെ കുറെ ആൾക്കാർ ഫോട്ടോസ് ഇട്ടു. അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു. ഭയങ്കര ടഫാണ് നമുക്ക്. അത് ശരിയാ. ഇങ്ങനെ ഈ വോൾട്ടറിന്റെ അല്ലെങ്കിൽ വോൾട്ടറിന്റെ ഒരു സ്പിൻ ഓഫ് ഒക്കെ വെച്ചിട്ട് വീണ്ടും ചെത്താപ്പച്ചയുടെ ഒരു ഭാഗം ഇറക്കാനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഉറപ്പായിട്ടും അത് അങ്ങനെ ഈ പടത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഓരോ ക്യാരക്ടേഴ്സിന്റെ ആർക്സ് നോക്കുകയാണെങ്കിൽ കുറെ അൺഎക്സ്പ്ലോർഡ് ആർക്സ് ഉണ്ട്. എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ട്. അത് ഇപ്പൊ ചെറിയാന്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഭസ്മസുരൻ, ഡാറ്റു, സാവിയോ എല്ലാവരും ഓരോ ചാൻസ് ഉണ്ട് സ്പിൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ മെർച്ചൻഡൈസിങ്ങിന്റെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ട്രേഡിംഗ് കാർഡ്സ് ഒക്കെ ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊരു യൂണിവേഴ്സാണ് ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കാം എന്താ ചെയ്യാൻ പറ്റിയത്. അപ്പൊ സെറ്റാണ്. ഏറെക്കുറെ എത്ര പാർട്ടികൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഒന്നുമില്ല, നോക്കാം. അതാ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എല്ലാ സിനിമകളും കേൾക്കുമ്പോ നമ്മളൊരു 2.5 മണിക്കൂറാണല്ലോ തിയേറ്ററിൽ ഇരുന്നത് കാണുക. പക്ഷെ നിങ്ങൾ എടുത്തു വെക്കുന്ന സാധനം എന്തായാലും ഒരു 3-4 മണിക്കൂർ ഉണ്ടാവല്ലോ. ചെത്തപ്പച്ചയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ എത്ര നേരം ഉണ്ടായിരുന്നു? 4 മണിക്കൂർ. നിങ്ങളപ്പോ ഇത് എങ്ങനെ കട്ട് ചെയ്ത് കളയും? കൺഫ്യൂസ്ഡ് ആവൂലേ? ആക്ച്വലി ഇപ്പൊ പറഞ്ഞ പോലെ ഈ അദ്വൈത് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഞാനൊരു ഡിപ്പാർട്ട്മെന്റ്. ലാസ്റ്റ് 2 weeks ഞാൻ ലാപ്ടോപ്പിൽ കട്ട് ചെയ്യായിരുന്നു ഫസ്റ്റ് ഹാഫ്. പ്രവീൺ ചേട്ടൻ നമ്മുടെ എഡിറ്റർ, ഹി വാസ് കട്ടിങ് അനദർ പാർട്ട്. അദ്വൈത് വാസ് കട്ടിങ് ദ ടീസർ. അപ്പൊ ഞങ്ങൾ എല്ലാവരും എഡിറ്റ് ചെയ്യായിരുന്നു. അതെ അതെ. പക്ഷെ ആ സമയത്ത് തന്നെ പ്രവീൺ ചേട്ടനാണ് എഡിറ്റർ ഓബ്വിയസ്ലി. അപ്പൊ ഞങ്ങൾ വെറുതെ ഇങ്ങനെ തമാശക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രവീൺ ചേട്ടൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കും. ഹീൽ സേ ലൈക്ക് ഓക്കെ ഇത് ഓക്കെയാണ്, ഇത് ചെയ്യാം, ഇത് ട്രൈ ചെയ്യാം. പിന്നെ പ്രവീൺ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഹി ഗോസ് ത്രൂ എവറി പീസ് ഓഫ് ഫുട്ടേജ്. എല്ലാം കാണും, എല്ലാം ടേക്കും കാണും, എല്ലാം ഓപ്ഷൻസ് നോക്കും, എല്ലാം കട്ട് പോയിന്റ് നോക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഒരു ഡിസിഷൻ ആവും. അപ്പോൾ അങ്ങനെ ഈ ഡിലീറ്റഡ് സീൻസ് ഇറക്കാൻ പ്ലാൻ ഉണ്ടോ? അത് വേറൊരു പടമാവും. കാണാൻ ഭയങ്കര രസമാണ്. ഇപ്പൊ നമ്മൾ ഡിലീറ്റഡ് സീൻസ് കാണുമ്പോൾ അയ്യോ ഇത് കളയണ്ടായിരുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും കാണുന്നവർക്ക്. അങ്ങനെ ഇടയ്ക്ക് ഇറക്കാറുണ്ടല്ലോ. നൈസ്. ഇതിപ്പോ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ആവുമ്പോ, അതായത് ഇപ്പൊ നമ്മള് കുഞ്ഞിന് പേരിട്ടോ? അലീസെ. കുഞ്ഞിന് പേരിടുമ്പോ തന്നെ കുറെ ഒപ്പീനിയൻസ് വന്നിട്ടില്ലായിരുന്നു? ഇല്ലേ? നമ്മുടെ സ്വന്തം കുഞ്ഞ്, നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ, എന്നാലും ഒരുപാട് പേരുടെ ഒപ്പീനിയൻ കേൾക്കും. സിനിമയിലാവുമ്പോൾ യു ആർ ദ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ. വന്ന് പല ആളുകൾ അഭിപ്രായങ്ങൾ പറയും, പല ആളുകൾ സജഷൻസ് പറയും. പ്രത്യേകിച്ച് ഇതൊരു ക്രിയേറ്റീവ് വർക്കും കൂടെ ആവുമ്പോൾ എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമുക്ക് തെറ്റു പറയാനും പറ്റില്ല. ഹൗ വുഡ് യു ഡിസൈഡ്? പ്രത്യേകിച്ച് ബീയിങ് എ ഫസ്റ്റ് ടൈം എങ്ങനെ ഡിസൈഡ് ചെയ്യാം? എസ്പെഷ്യലി ബീയിങ് സോ യങ് ആൻഡ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത് ഭയങ്കര ടഫായിരുന്നു. കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഒപ്പീനിയൻസ് പറയും, ഇത് വർക്ക് ആവില്ല. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഈ ധർമ്മ, മൈത്രി ഇവരൊക്കെ നമ്മൾ ഓൺ ബോർഡ് ആക്കിയിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ഇത് ഡ്രീം ചെയ്തപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അവരിതൊന്നും എടുക്കൂല, നമ്മൾ വെറുതെ എന്തിനാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ തന്നെ ചെയ്താൽ പോരെ. യൂഷ്വൽ മലയാളി കൾച്ചർ വേ.
വിച്ച് ഹാസ് വർക്ക്ഡ് ഓഫ് കോഴ്സ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഫസ്റ്റ് ടൈം ചെയ്യണോണ്ട് വി കൻ ഡ്രീം എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇൻ ടേംസ് ഓഫ് സ്റ്റോറി, ഇൻ ടേംസ് ഓഫ് എല്ലാത്തിനും കുറേ അഡ്വൈസും കുറേ ഒപ്പീനിയൻസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മളൊരു റീസൺ വി കെയിം ടു ദിസ്, നമ്മുടെ ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഫ് യു ഡോണ്ട് ട്രസ്റ്റ് യുവർ ഗട്ട് ആൻഡ് ഇഫ് യു ഡോണ്ട് ഗോ വിത്ത് യുവർ ഗട്ട്, ഇവിടെ ദെൻ ദെയർസ് നോ പോയിന്റ്. ഇങ്ങനത്തെ കുറേ there are others also who will do their way. പക്ഷെ നമ്മുടെ വഴിനെ വെച്ചിട്ട് ചെയ്താലേ ഇത് ഒറിജിനൽ ആവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു വാശി ഉണ്ടായിരുന്നു എനിക്ക്. നമ്മുടെ ഫോളോ യുവർ ഗട്ട് ആൻഡ് ഡു ഇറ്റ് യുവർ ഓൺ. കേൾക്കാം പക്ഷെ എല്ലാം എടുക്കണം. പിന്നെ നമ്മൾ ഇഫ് യു ഫെയിൽ ഇറ്റ്സ് യുവർ ഓൺ ഫോൾട്ട്. പിന്നെ സക്സസ് ആയി ഇറ്റ്സ് എവരിവൺ സക്സസ്, ബട്ട് ഇഫ് ഇറ്റ് ഫെയിൽസ് ഇറ്റ്സ് യുവർ ഫോൾട്ട്. അത് നമ്മൾ ആ വഴി എടുത്തുകൊണ്ട്. അപ്പോൾ യു കാൻ ബ്ലെയിം എവരിവൺ. ഇപ്പോൾ വേറെ ഒരാൾ ഒപ്പീനിയൻ പറഞ്ഞിട്ട് നമ്മളത് ഫോളോ ചെയ്താൽ ആ ഫെയിൽ ആയി നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല. ഉറപ്പായിട്ടും ആ കുറ്റം തലയിൽ വരും. അത് ഞാൻ തന്നെ എടുക്കണത്. ഇത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നോ പറയാന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയില്ലേ, എല്ലാ ആളുകളോടും ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിനോടും പറയാൻ നോ പറയാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. വാസ് ഇറ്റ് ഈസി ഫോർ യു? ഞാൻ യെസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ യെസ് പറയും പക്ഷെ ചെയ്യുമ്പോൾ നോ ആക്കുന്നത് അങ്ങനെയാണോ? അങ്ങനെ എനിക്ക് വെറുതെ നോ എന്ന് പറഞ്ഞിട്ട് വെറുതെ ആഗ്യൂ ചെയ്തിട്ട് ടൈം കളയേണ്ട ആവശ്യമില്ല. അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓക്കെ സെറ്റ്. പക്ഷെ ഇതില് ഇപ്പൊ നമ്മള് നിങ്ങളുടെ കഴിഞ്ഞു പോയ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ അതിലെല്ലാവരും പറയുന്നുണ്ട്, അവരെല്ലാവരും ആസ് ആക്ടേഴ്സും ഒക്കെ വന്ന് നിങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയുമ്പോൾ യു ഗൈസ് ആർ വെരി വെൽക്കം. അദ്വൈത് ആയാലും ഷിഹാൻ ആയാലും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ എടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പം ഈ ചേഞ്ചസ് ഒക്കെ വന്നിട്ട് ഓൺ സ്ക്രീനിൽ ഒരു സാധനം കാണുമ്പോൾ ഇത് മാറ്റിയത് നന്നായിട്ടോ, ആ സജഷൻ എടുത്തത് നന്നായി എന്ന് തോന്നിയ ഒരു സാധനം എന്തായിരുന്നു? ഫോർ എക്സാമ്പിൾ ഞാൻ മറ്റൊരു ഇതിൽ പറയാം. ഫോർ എക്സാമ്പിൾ വിശാഖ് ചെറിയൻ ക്യാരക്ടർ പ്ലേ ചെയ്ത വിശാഖ്, ഓഫ് കോഴ്സ്, ആൻഡ് നൗ ഹീസ് ബിക്കം സോ പോപ്പുലർ. ആ ക്യാരക്ടർ ഭയങ്കര പോപ്പുലർ. പുള്ളി ആക്ച്വലി കുറേ ക്യാരക്ടറിൽ തന്നെ കുറേ വേരിയേഷൻസും കുറേ ഐഡിയാസും വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിഷ്യലി ഇപ്പോൾ ഓരോ സീനിലും ഓരോ ടേക്കിൽ വേറെ വേറെ വേരിയേഷൻസ് ആണ്. അപ്പോൾ പുള്ളി ഒരു കാര്യം പറയും, ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാട്ടോ, ഞങ്ങൾ എന്തുവേണമെങ്കിലും ചെയ്ത് ഞങ്ങൾ ചെയ്ത ടേക്കേ എടുക്കുള്ളൂ. പക്ഷെ പുള്ളി വേറെ സാധനം ചെയ്യുമ്പോൾ അത് ചൂസ് ചെയ്യാൻ പുള്ളി ചെയ്ത എല്ലാ ടേക്സും ഓക്കെ ടേക്സ് ആണ് ആക്ച്വലി. അതാണ് ഏറ്റവും ടഫ്. ഏതാ എടുക്കുക? പിന്നെ പുള്ളി കണ്ടിന്യൂറ്റി ഒന്നും നോക്കൂല, പുള്ളിയുടെ വഴി തന്നെ ചെയ്യും. അതെ അതെ. പക്ഷെ എല്ലാ ടേക്കിലും ഇതിൽ ഏതാ ചൂസ് ചെയ്യുക, അത് ചെയ്ത അടിപൊളിയായി. ഫോർ എക്സാമ്പിൾ ഞാനും വിശാഖിന് എൻട്രിയിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞാണ്, ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുവിങ്കം കയ്യിലെടുത്തിട്ട് മറ്റേ ഗാർഡ്സ് കൊടുക്കാൻ. അപ്പോൾ അദ്വൈത് വാസ് അഗൈൻസ്റ്റ് ദാറ്റ്, ബട്ട് ഐ ലൈക്ഡ് ഇറ്റ്. വിശാഖ് വാസ് ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും സ്ക്രീനിൽ കണ്ടപ്പോൾ ഓക്കെ ദാറ്റ് വാസ് ഗ്രേറ്റ്. സിമിലർലി അദ്വൈത് ഒരു സാധനം പറയുമ്പോൾ ഞാൻ നോ പറയുമ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൽ ബി ഗ്രേറ്റ് ഓൺ സ്ക്രീൻ. അതെ അതെ. പക്ഷെ വിശാഖ് ടേക്സ് ഒക്കെ പുള്ളി എല്ലാ ടേക്കും വേറെ. പക്ഷേ ചൂയിങ്കം സാധനം അത് അയാളുടെ കച്ചറ സ്വഭാവം രജിസ്റ്റർ ചെയ്യാൻ ദാറ്റ് വാസ് വെരി നൈസ്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം അല്ലെങ്കിൽ പുള്ളിയുടെ ലുക്ക് കണ്ട് നമ്മൾ വീടൂല്ലോ. അതുപോലെ പുള്ളിയുടെ ഈ ഷെയ്ഡ്സ് ഒക്കെയോ, ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നു? ചെറിയാന് വേണ്ടിട്ട് ഒരു ഷോപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ചെയ്യണം. ഇതിൽ ഈ സാധനങ്ങൾ ഉണ്ടല്ലോ, ഈ കോസ്റ്റ്യൂമിൽ ഏതെങ്കിലും സാധനങ്ങളൊക്കെ ഇവരെ ആർട്ടിസ്റ്റുകൾ എടുത്തോണ്ട് പോയിട്ടുണ്ടോ? വിശാഖ് ആ ബെൽറ്റ് എടുത്തിട്ട് ഇപ്പൊ ഒരു തിയേറ്റർ വിസിറ്റിൽ ആർക്ക് കൊടുത്തു, അത് പോയി. ഞാൻ ആ ക്ലാബ് ബോർഡ് എടുത്തിട്ടുണ്ട്. കുറെ ആൾക്കാർ ഓരോ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഞങ്ങളെല്ലാവരും ഒരേ സ്ഥലത്ത് ഇപ്പോൾ 60 days ഞങ്ങൾ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു പേഴ്സണൽ സ്പേസ് ആയിരുന്നു അത് എല്ലാവരും. എസ്പെഷ്യലി ഈ ഗ്യാങ്ങിന്റെ, ഈ ആക്ടേഴ്സിന്റെ ആ റെസ്ലിംഗ് ക്ലബിൽ അവർ ഉറങ്ങിയിട്ടുണ്ട് കുറെ. അപ്പൊ അതിന് ഒരു സാധനം എടുത്താലല്ലേ നമുക്ക്. ഈ റെസ്ലിംഗ് ക്ലബിൽ കോസ്റ്റ്യൂംസിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് ഒന്നിനൊന്ന് നല്ലതാണ്. പക്ഷേ ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു ടേക്ക് വൺ ഫ്രം ദാറ്റ്, അത് ഏതായിരിക്കും? ആരുടെ കോസ്റ്റ്യൂം എടുക്കാതെന്ന്? എല്ലാവരും ഒരേ സമയത്തൊക്കെ ഷർട്ട്ലെസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് നോക്കണ്ട. പക്ഷെ ചെറിയാൻ്റെ ബെൽറ്റ് ഇസ് സംതിങ് ഗ്രേറ്റ്. പക്ഷെ റെസ്ലിംഗിൻ്റെ അകത്ത് എനിക്ക് അർജുൻ്റെ ജാക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൽ ഈ മറ്റേ സ്ട്രൈപ്സും മറ്റേ ഷോൺ മൈക്കിൾസിന്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അർജുന്റെ അടിപൊളിയായിട്ട് അത്രയും നേരം ഭയങ്കര നോർമൽ ആയിട്ടിരുന്നിട്ട് അർജുൻ അങ്ങ് മാറ്റി സാവിയുടെ ലുക്കേ മാറ്റിയ സാധനമായിരുന്നു അല്ലേ? ഭയങ്കര രസമായിരുന്നു. തിയേറ്ററിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അതുപോലെ റോഷൻ ലാസ്റ്റ് വരുന്നതൊക്കെ ഉണ്ടല്ലോ, എല്ലാവരുടെയും നല്ലതായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര ഇമ്പാക്ട് വരുത്തിയ രണ്ട് സാധനങ്ങൾ അതായിരുന്നു. ആക്ച്വലി ആനന്ദിന് ഒരു സാധനം കമ്പൽസറി ആയിട്ട് ചെയ്യണമായിരുന്നു. എല്ലാവർക്കും ഒരു എൻട്രി കൊടുക്കണം. അപ്പോൾ അർജുന്റെ എൻട്രി ആയാലും വിശാഖിന്റെ എൻട്രി ആയാലും എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോമിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ട്രീറ്റ് ദം ലൈക്ക് സ്റ്റാർസ് വിഷ്വലി ഓൾസോ. അപ്പോൾ ഇപ്പോൾ ഒരു ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ വിശാഖ് ഇസ് ദി ആന്റാഗണിസ്റ്റ്. അപ്പോൾ അതിൽ വിശാഖിന് അങ്ങനത്തെ ഒരു സാധനം ആവശ്യമില്ല. ഓർ ഇൻ ആർ അഡ്വർടൈസിംഗ് ഒക്കെ മാർക്കറ്റിംഗ് നിൽക്കുക. പക്ഷേ വി ട്രീറ്റഡ് ദം ലൈക്ക് ഈക്വൽസ്, സോ ദാറ്റ് അവർക്ക് ആ മാസ് എൻട്രീസും ഓരോ സാധനങ്ങൾ കൊടുക്കുക. ബിക്കോസ്
ആക്ച്വലി വിശാഖ് ഒരു വില്ലൻ അല്ല, സോറി ചെറിയ ഒരു വില്ലൻ അല്ല. ഹീസ് ഹി ഹാസ് ഓൺ വേ ഇൻ ഹിസ് വേൾഡ്, ഹീസ് എ ഹീറോ. അല്ല ഇതിപ്പോ എല്ലാ വില്ലന്മാരും അങ്ങനെ തന്നെയല്ലേ, അവരുടെ ഭാഗത്ത് അവരാണ് അതെ എക്സാക്ട്ലി. സിദ്ദിഖൊക്കെ പറഞ്ഞിട്ടില്ലേ അതെ അതെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദേ ഓൾ ഡിസേർവ് ദെയർ ഓൺ എൻട്രീസ്. അപ്പോൾ ആനന്ദിന്റെ ഒരു ഡിസിഷൻ ആയിരുന്നു. ഇറ്റ് വർക്ക്ഡ് ഔട്ട് ബ്രില്യന്റ്ലി. ഇതിപ്പോ ഇത് ചത്താപ്പച്ചയുടെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്നില്ലെങ്കിൽ എക്സ്ട്രീംലി യങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ വെരി സീനിയർ ആർട്ടിസ്റ്റ്, അതായത് സിദ്ദിഖ, സായ് കുമാർ സാർ, മമ്മൂക്ക, ഇവരൊക്കെയാണ്. ഇത് രണ്ടും നിങ്ങൾ ഫിക്സ് ചെയ്താണോ അതോ ആക്സിഡന്റലി സംഭവിച്ചതാണോ? അല്ല, ഞങ്ങൾ ഫിക്സ് ചെയ്തതാണ്. എസ്പെഷ്യലി see there is no cinema is not complete without people like സായ് കുമാർ സർ, മമ്മൂക്ക ഒക്കെ. അപ്പോൾ they are the anchors. അവരില്ലെങ്കിൽ ഒരു സിനിമ കംപ്ലീറ്റ് അല്ല ഓൾമോസ്റ്റ്. ഇൻ ടേംസ് ഓഫ് യങ് ആർട്ടിസ്റ്റ് ഇറ്റ് വാസ് ഒരു ചാലഞ്ച് ആയിരുന്നു. ഓഡിഷൻ പ്രോസസ് ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അവര് പക്ഷേ ഐ തിങ്ക് എവ്രി വൺ, ഐ മീൻ ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഓഫ് എവറി ക്യാരക്ടർ. ഇപ്പോൾ കാർമൻ ആയാലും ഡാറ്റു ആയാലും ഷ്യാം, വൈഷ്ണവ്, മിനോൺ, ഇവരൊക്കെ ആ ക്യാരക്ടേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് സൂട്ടഡ് ആയിരുന്നു. ഒബ്വിയസ്ലി അവർക്കൊരു ലേണിംഗ് പ്രോസസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് സ്ക്രീനിൽ കാണുമ്പോൾ അത് തോന്നില്ല, ബിക്കോസ് ദേ നെയിൽഡ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇറ്റ് വാസ് ആ ഡിസിഷൻ. ബിക്കോസ് ഈ സിനിമ നോക്കുകയാണെങ്കിൽ എൻ്റെ സിനിമ ആയതുകൊണ്ടല്ല, പക്ഷേ ഇറ്റ് ഹാസ് എ മാർക്കറ്റ് ഫോർ എവ്രി വൺ. കുട്ടികൾക്കും ഇഷ്ടം, യുനോ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനും ഇഷ്ടം, ആർക്കും കാണാം. അപ്പോൾ അതിൻ്റെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അത് കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനത്തെ ഒരു സാധനം വെച്ചതാണ്. ഈ ചത്താപ്പച്ച എന്നുള്ള പേര് ആര് ഫിക്സ് ചെയ്തതാ? ആൻഡ് വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം? സനൂപ് തായ്ക്കുട, നമ്മുടെ റൈറ്റർ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇപ്പോൾ റിംഗ് ഓഫ് ബ്രൈഡീസ് ഇസ് ദ സബ് ടൈറ്റിൽ ഓഫ് ദ മൂവി. അതായിരുന്നു ഞങ്ങൾക്ക് ആദ്യം ഇഷ്ടമായ ടൈറ്റിൽ. പക്ഷേ സനൂപ്പിൻ്റെ ഒരു നിർബന്ധം വാസ് ദാറ്റ് ഇതൊരു ലോക്കൽ മട്ടാഞ്ചേരി സ്റ്റോറിയാണ്, അതിൽ അവിടുത്തെ ഒരു സാധനം വേണം. ആക്ച്വലി മമ്മൂക്ക മാത്രമാണ് ഈ ചത്താപ്പച്ച എന്ന് ആക്ച്വലി ഹീസ് ഹേർഡ് ഇറ്റ് ബിഫോർ. കാരണം അതെ, കൊച്ചിയിൽ ഒരു പറയുന്ന ഒരു വാക്കാണ് ആക്ച്വലി. പക്ഷെ ഞങ്ങൾ ഇതുവരെ കേട്ടില്ല. ആൻഡ് ഇറ്റ് വാസ് ഇൻ ദ ഡയലോഗ്സ് ഓഫ് ദ മൂവി. അപ്പോൾ സനൂപ് പറഞ്ഞു ഇത് ചത്താപ്പച്ച. സനൂപ് ആൻഡ് അർജുൻ വലെ ചത്താപ്പച്ചാണ് ഈ ഫിലിമിന്റെ ടൈറ്റിൽ. ഞങ്ങൾ പറഞ്ഞു എല്ലാ റിംഗ് ഓഫ് റൗഡീസ് ആണ്. ഫൈനലി ഇപ്പൊ ചത്താപ്പച്ച റിംഗ് ഓഫ് റൗഡീസ്. ഈ ഇപ്പൊ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത് ശീലമുണ്ട്. ഇപ്പൊ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആണല്ലോ, പുള്ളി എല്ലാത്തിലും ഉണ്ടാവും. പക്ഷെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വേറെ സാധനമാണ് അല്ലെ. ഇതിന്റെ ഒരു, അതായത് ഒരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഉണ്ടല്ലോ. ഇതിലേക്ക് പ്രൊഡ്യൂസറായിട്ട്, ക്രിയേറ്റീവ് പ്രൊഡ്യൂസറായിട്ട് ഇന്നാവുന്നു, ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ആയിട്ട് തന്നെ ഔട്ട് ആവുന്നു, സിനിമ റിലീസ് ചെയ്തു. ഇപ്പൊ ആ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാ? സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല ഇത്ര ഇൻവോൾവ് ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് ഇനീഷ്യലി തോന്നിയില്ലായിരുന്നു. ബിക്കോസ് നമ്മള് തലയിൽ ഇപ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ വീട്ടിലിരുന്നിട്ട് ഫൈനാൻസ് നോക്കുന്നു, ബഡ്ജറ്റ് നോക്കുന്നു. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഐ ഡോണ്ട് ഹാവ് ദ മണി ടു മേക്ക് എ മൂവി. എനിക്ക് അതിൻ്റെ പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ മൈ ഗോൾ വാസ് ടു ഹാവ് ദ ക്രിയേറ്റീവ് കൺട്രോൾ ഓഫ് ദ പ്രോജക്റ്റ്. പക്ഷേ ഫ്രം ദ ഫസ്റ്റ് ഡേ സ്ക്രിപ്റ്റ് ഓൺവേർഡ്സ്, പ്രീ പ്രൊഡക്ഷൻ ഓൺവേർഡ്സ് എല്ലാം ദിവസം ഉണ്ടായിരുന്നു. അത്ര ടൈം കമ്മിറ്റ്മെൻറ്റ് എനിക്ക് തോന്നിയില്ലായിരുന്നു ദാറ്റ് ഐ ഹാവ് ടു ഗിവ്. പിന്നെ കാസ്റ്റിംഗ്, ഷൂട്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇപ്പോൾ നമ്മുടെ ഒബ്വിയസ്ലി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ മീറ്റിങ്സും പിന്നെ അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫൈനലി ഡിജിറ്റൽ സാറ്റലൈറ്റ് സെയിൽസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇതെല്ലാം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ഓവർവെൽമിങ് ഫീലിംഗ് ഇനിഷ്യലി ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കൊരു ഐ ഡോണ്ട് തിങ്ക് I've met anyone ഈ ഇൻഡസ്ട്രിയിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ റീസെൻ്റ്ലി ദാറ്റ് ഇത്ര ഒരു ഒബ്സെഷൻ ഉണ്ടായിട്ടൊരു സാധനം. ഞാൻ പറയുന്നില്ല ഞാൻ ഐ എം ഗുഡ് ഓർ ബാഡ്, പക്ഷേ എനിക്കൊരു ഭയങ്കര ഒരു ഒബ്സെഷൻ. അതെ അതെ, എനിക്ക് ഭയങ്കര ഒബ്സെഷൻ ഉണ്ട്. ഡെയിലി ഇത് ചെയ്താലേ പറ്റൂ ആൻഡ് ദ ബെസ്റ്റ് വേ പോസിബിൾ. അപ്പോൾ ആ ഒരു സാധനം ഉണ്ടായ, പാഷൻ, ഹാർഡ് വർക്ക് ഉണ്ടായ പിന്നെ യു ക്യാൻ ഡു സംതിങ്. അപ്പോൾ ഐ എം നോട്ട് സെയിങ് ഐ എം ഗുഡ് ഓർ ബാഡ്, പക്ഷെ എനിക്കൊരു ഭയങ്കര ഒബ്സെഷൻ ഉണ്ട്. എല്ലാം എനിക്ക് ഇൻവോൾവ് ആയിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് റിസൾട്ട് ചിലപ്പോൾ മോശമാവും, നന്നാവും, പക്ഷേ എനിക്കൊരു ഭയങ്കര ഒബ്സെഷൻ ഉണ്ട്. അപ്പോൾ ഈവൻ വെൻ ഇറ്റ് കംസ് ടു ഫോർ എക്സാമ്പിൾ അതർ ലാംഗ്വേജ് റിലീസ് ഓർ ഡിജിറ്റൽ സെയിൽ വോട്ട് എവർ ഇറ്റ് ഈസ്, അത് ഏറ്റവും ബെസ്റ്റ് ആവണം എനിക്കൊരു ഒബ്സെഷൻ ഉണ്ട്. അത് ഫസ്റ്റ് ടൈമറിൻ്റെ ഒരു ഇതാവാം, മേ ബി കുറച്ച് 10 പടം കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഡയലൂറ്റ് ആവാം, എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഒരു ഭയങ്കര ഒബ്സെഷൻ ഉണ്ട്. അപ്പോൾ ഇത്ര ഇൻവോൾവ് ആയാലും അതിൻ്റെ ഇടയിൽ എനിക്കൊരു കുഞ്ഞുണ്ടായി, എൻ്റെ ഫാമിലിയിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി, അതൊക്കെ ഉണ്ടായി. പക്ഷേ ഐ വാസ് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ദിസ്. എല്ലാവർക്കും മനസ്സിലായി ദിസ്, ഹീസ് ട്രൈങ് സംതിങ്. അപ്പോൾ വി ഹാവ് ടു ലെറ്റ് ഹിം ബി വെർ ഹീ സപ്പോസ് ടു ബി. പക്ഷേ ഫാമിലി സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഇറ്റ് റിയലി ഹെൽപ്ഡ്. നന്നായി പോയി അല്ലേ? ഇപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ ആഫ്റ്റർ ചത്താപ്പച്ച പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? ഒരു ഫ്യൂ തിങ്സ് ദാറ്റ് യു ഹാവ് ലേൺഡ്. അതായത് ചിലപ്പോൾ മിസ്റ്റേക്സ് ആവാം, ഉണ്ടാക്കിയ മിസ്റ്റേക്ക്, ഫസ്റ്റ് ടൈമർ ആണല്ലോ, എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടാവും. അത് ഇനി അത് ചെയ്യില്ല എന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. വാട്ട് ഇസ് ഇറ്റ്? ഞാൻ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കണം, ആസ്ക് ക്വസ്റ്റ്യൻസ്, ബിക്കോസ് എത്ര പൊട്ട ക്വസ്റ്റ്യൻസ് ആയാലും ചോദിക്കണം. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമറാണ്. ദർ ആർ മെനി സീനിയേഴ്സ് ഹു ഡൺ. അവരൊരിക്കലും വി ഷുഡ് നെവർ അവോയ്ഡ് എക്സ്പീരിയൻസ് പീപ്പിൾ. അവർ എന്ത് പറഞ്ഞാലും വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ. പിന്നെ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ, വേണമെങ്കിൽ യൂസ് ചെയ്യണ്ട.
പിന്നെ ഓൾവേസ് യുനോ വർക്ക് ഹാർഡ് ഓഫ് കോഴ്സ് യുനോ അവർ ഒരിക്കലും നമ്മൾ ആരുടെ ടൈമും വേസ്റ്റ് ചെയ്യരുത്. അങ്ങനെ കുറേ ലെസൺസ് ഉണ്ട്. തെറ്റുകൾ ഈസ് മേ ബി സംടൈംസ് എനിക്ക് ഐ ഹോൾഡ് ഗ്രഡ്ജസ് അഗൈൻസ്റ്റ് പീപ്പിൾ. അതൊരിക്കലും ചെയ്യരുത്. യു കെൻ നെവർ ഹോൾഡ് ഗ്രഡ്ജസ് ആൻഡ് യു ഷുഡ് ഫർഗെറ്റ് സംതിങ് ഹാപ്പൻസ്. ഒരു ഫൈറ്റ് ഉണ്ടാവും, അത് അപ്പോൾ തന്നെ മറക്കുക. ഒരു പ്രാവശ്യം സംഭവിച്ചുള്ളൂ, പക്ഷേ അത് അപ്പോൾ തന്നെ മറക്കണം. കാരണം ദർ ഇസ് അനദർ ടാസ്ക്, അനദർ പ്രോബ്ലം, അനദർ ചാലഞ്ച് കമ്മിങ്. അപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ തന്നെ മറന്നിട്ട് വി ഹാവ് ടു മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്. അപ്പോൾ ആൻഡ് റിലേഷൻഷിപ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരിക്കലും, കാരണം അവർ ഇത്ര ഒരു സ്മോൾ ഇൻഡസ്ട്രിയോ ഇത്ര ഒരു സ്മോൾ വേൾഡിൽ വിൽ ഹാവ് ടു വർക്ക് വിത്ത് ദം അഗൈൻ ഓർ ഡീൽ വിത്ത് ദം അഗൈൻ. അപ്പോൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് that's something that people forget. അത് ഒരിക്കലും മറക്കരുത്. Are you good with contacts? Contact കീപ്പ് ചെയ്യുന്ന ആളാണ്? ഇപ്പോൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, 2 months later Karan Johar posted our trailer up for Yes, I am. ഈ ശങ്കരേസൻ ലോയിനൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചെടുത്തു? നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇരുന്നിട്ട് ശങ്കരേസൻ ലോയ് മ്യൂസിക്കിൽ ശരിക്കും അതെന്റെ കോ പ്രൊഡ്യൂസറിന്റെ ഒരു ഇതാണ്. ദേ വെരി ക്ലോസ് ടു ശങ്കർ സർ. അപ്പോൾ പുള്ളിക്കാരൻ ഹി വാസ് വെരി അഡമന്റ് ദാറ്റ് ദേ ഷുഡ് ഡു ദ മ്യൂസിക്. അപ്പോൾ ദേ ഡിഡ് ദ സോങ്സ്. മുജീദാണ് നമ്മുടെ BGM ചെയ്തിട്ടുള്ളത്. ബട്ട് അവരെ ഒപ്പിച്ച് വാസ് ദെം. ആൻഡ് വാട്ട് എ ലവ്ലി ട്രിയോ ടു വർക്ക് വിത്ത്. അവർ ഒരു ഈഗോ ഇല്ല. ദേ ആർ വെരി സിമ്പിൾ ആൻഡ് എക്സൈറ്റഡ്. നമ്മളെ പോലെ തന്നെ ഒരു ചൈൽഡിഷ് യുനോ അങ്ങനത്തെ ഒരു വൈബായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ എല്ലാവരും യൂത്ത് ഏജ് ഗ്രൂപ്പിലായാലും ഇറ്റ് ഫെൽ ലൈക്ക് ദേ വർ യങ്ങർ ദാൻ us യുനോ. ഭയങ്കര ഒരു വൈബായിരുന്നു അവർ വർക്ക് ചെയ്യാൻ. ഞങ്ങൾ കുറേ ബോംബെയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ ഇറ്റ് ഫെൽ ലൈക്ക് വി ജസ്റ്റ് ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് ഹാങ്ങിങ് ഔട്ട്. ഭയങ്കര ഒരു വൈബായിരുന്നു ആക്ച്വലി. നമ്മൾ ഈ വൈബിലേക്ക്, അതായത് ഒരു മട്ടാഞ്ചേരി വൈബിലേക്ക് കൊണ്ടുവരണല്ലോ ഇതിന്റെ മ്യൂസിക്. അവർക്കൊരിക്കലും കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാധനമല്ലേ, ഇൻക്ലൂഡിങ് യു. കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു വൈബാണല്ലോ. എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്? ആരും ഇതിന്റെ പരിപാടിയൊക്കെ ചെയ്തേ? ആക്ച്വലി ലിറിക്സ് വൈസ് വിനായക് അടിപൊളിയായിട്ട് അവിടെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ബോംബെയിലൊക്കെ. പിന്നെ അവിടുത്തെ കുറേ സൗണ്ട്സും യൂട്യൂബിൽ കുറേ അവിടുത്തെ സൗണ്ട്സും ടെക്സ്റ്റേഴ്സൊക്കെ നമുക്ക് കിട്ടി. പിന്നെ അത് അപ്ലൈ ചെയ്തിട്ടുള്ള അവിടെ ഇപ്പോൾ സനൂപ്പും നമ്മുടെ റൈറ്ററും ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു ലിറിക്സിലൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിന്നെ എത്ര മട്ടാഞ്ചേരി ആയാലും ദേ ഷുഡ് ബ്രിങ് ദെയർ ഫ്ലേവർ ഓൾസോ. ശങ്കരേസനിലോ ഒരു വലിയൊരു ഇതാണല്ലോ. അപ്പോൾ ദേ ബ്രിങ് ദെയർ ഓൺ ഫ്ലേവർ. നമ്മുടെ പടത്തിലുള്ള ഫ്ലേവറും വെച്ചിട്ട് അങ്ങനത്തെ ഒരു കറിയാക്കിയതാണ്, അങ്ങനത്തെ ഒരു അവിയലൊക്കെയാണ്. അപ്പോൾ അതാണ് ബേസിക്കലി ആ മിക്സ് ഉണ്ടായാൽ ഈ ഫുൾ പടത്തിലുള്ള അങ്ങനെ ഒരു സാധനമാണ് വെസ്റ്റേൺ കൾച്ചർ. എക്സ്ക്ലൂസീവ്ലി അത് മാത്രമായിട്ട് പറ്റില്ല. ദാറ്റ് മൈറ്റ് നോട്ട് വർക്ക്. ശരിയാ. ഇപ്പോൾ യുവർ ഫ്രണ്ട്സ് ഇൻ UAE, അവിടെയുള്ള ആളുകൾ വന്നിട്ട് നമ്മുടെ മട്ടാഞ്ചേരിക്കാരെ കുറിച്ചും ഫോട്ടോച്ചിക്കാരെ കുറിച്ചും ഈ വൈബിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ എന്താ അവർക്ക് പറഞ്ഞു കൊടുക്കുക? പക്ഷെ എല്ലാരും ഫസ്റ്റ് ഡേക്ക് ഇങ്ങോട്ട് വന്നു. അപ്പൊ അവര് എന്റെ കൂടെ ഉണ്ടായിരുന്നു ദുബായ് പ്രീമിയറിന്. ആൻഡ് ഫസ്റ്റ് ഡേ അവർ ഇങ്ങോട്ടും വന്നു. അപ്പൊ അവര് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഒക്കെ കണ്ടു. അപ്പോൾ ഐ മീൻ ദേ ആർ വിത്ത് മീ ഓൾ ദ ടൈം, യു നോ, ദേ ആർ ഓൾവേസ് സപ്പോർട്ടീവ് നോ മാറ്റർ വാട്ട്. അപ്പോൾ അവർക്കിപ്പോൾ എല്ലാം പഠിച്ചു, ഫാഷനെ പറ്റിയിട്ടും പിന്നെ പാട്ടും സൗണ്ട്സും ഒക്കെ അവർക്ക് സെറ്റാണ്. അപ്പൊ മട്ടാഞ്ചേരിക്കാരെ കുറിച്ച് താങ്കൾ എന്താ പഠിച്ചത്? അവരൊരു വേറൊരു യൂണിവേഴ്സിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര ഒരു എന്താണ്, വെരി ഫോർവേഡ് തിങ്കിങ്, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്. അവരൊരു ഇറ്റ് ഫീൽസ് ലൈക്ക് ഇറ്റ്സ് എ വേൾഡ് ഓഫ് ഇറ്റ്സ് ഓൺ. അപ്പോൾ എസ്പെഷ്യലി ദ ഫാഷൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഫാഷനും കളേഴ്സും വേ ഓഫ് തിങ്കിങ് ഒക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് പറഞ്ഞു, നമുക്ക് തന്നെ വൈഫും മട്ടഞ്ചേരി എന്നാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ യുനോ ഫ്രം ദ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു പ്ലേസ് തന്നെയാണ് എന്തായാലും. സത്യം, അതെ സത്യം. ഓക്കെ, ഇനി പ്രൊഡക്ഷൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഡയറക്ടറിലേക്ക് വരൂ. വാട്ട് ഈസ് യുവർ ഡയറക്ടോറിയൽ പ്ലാൻസ് ഇൻ ഫ്യൂച്ചർ? ഉറപ്പായിട്ടും ഇതിൽ ഇത്ര ഇൻവോൾവ് ആയതുകൊണ്ട് എനിക്ക് ആ നെക്സ്റ്റ് പ്രോജക്റ്റിനെ പ്ലാൻ ആക്കാൻ ടൈം കിട്ടിയില്ല. ആക്ച്വലി വി ഗോണ അനൗൺസ് സംതിങ് വെരി സൂൺ. ഡയറക്ടോറിയൽ അല്ല, ഫോർ റിയൽ വേൾഡ് എന്റർടൈൻമെന്റ്. ഡയറക്ടോറിയലിന് പോകുന്ന അടുത്ത പ്രൊഡക്ഷൻ ആയോ? ഇതിപ്പോ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും. ബട്ട് ഡയറക്ടോറിയലിന് സത്യം പറഞ്ഞാൽ ഡയറക്ടോറിയൽ ലൈക്ക് ഐ സെഡ്, ഇപ്പോൾ എനിക്ക് ഇവിടുത്തെ ഭയങ്കര എക്സ്പീരിയൻസും ഉണ്ട്. 2 years ആയിട്ട് ഇവിടെ ഐ റിയലി ലേൺഡ് എ ലോട്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാവും. ഇത് നെക്സ്റ്റ് ആവുമെന്ന് എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഈ റോളിൽ എനിക്ക് ഭയങ്കര ഇതുണ്ട്. കാരണം ഒരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ആകുമ്പോൾ യു ആർ ഇൻവോൾവ് ഇൻ ഫ്രം ലിറ്ററലി ഫസ്റ്റ് സ്റ്റെപ്പ് ടു ദ ലാസ്റ്റ്. ഏത് പ്ലാറ്റ്ഫോമിലാണ് എത്തുക, പ്ലസ് എങ്ങനത്തെ ഏത് പെൻ വെച്ചിട്ടാണ് ഇത് എഴുതേണ്ടത്, സ്ക്രിപ്റ്റ് എഴുതേണ്ടത്, ഡിസിഷൻ. അപ്പോൾ അത് ആ ഫുൾ സർക്കിൾ ഇൻവോൾവ്മെന്റ് ആകുമ്പോൾ ഭയങ്കര ഒരു എന്താണ് ഒബ്സെഷനും ഒരു ഗ്രാറ്റിഫിക്കേഷനും ഉണ്ട്. പക്ഷേ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ചെയ്യുമ്പോൾ ഇത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല, എസ്പെഷ്യലി ഓൺ ഗ്രൗണ്ട്. അപ്പോൾ ആൻഡ് ഡയറക്ടോറിയൽ ഓൾസോ യു ഹാവ് ബി ഫോക്കസ് ഓൺ വൺ പ്രോജക്ട്. ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 2 വർഷം യു ഹാവ് ബി ഫോക്കസ്. അപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ ചത്തവച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ എ ഗുഡ് സ്റ്റേബിൾ പ്ലേസ്. അപ്പോൾ എന്തായാലും ഡയറക്ടോറിയലിലോട്ട് കയറണം, പക്ഷേ എന്താണെന്നറിയില്ല. എൻ്റെ അടുത്ത ചോദ്യത്തിന് ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറയരുത്.
പക്ഷെ പറയുമായിരിക്കും, എന്നാലും പറയരുത്. ഓക്കെ, പുതിയ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ കൂട്ടത്തിൽ നിന്ന്, അതായത് സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു എന്ത് സിനിമയാണ് എങ്ങനത്തെ സിനിമയാണ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷെ യു ക്യാൻ പിക്ക് വൺ ആക്ടർ ഫ്രം ചത്തപ്പച്ച അതർ ദാൻ മമ്മൂക്ക. ഓക്കെ, അല്ലെങ്കിൽ നേരെ മമ്മൂക്കനെ പിടിക്കുന്ന എനിക്ക് ഉറപ്പാ. ഇഷ ഫാമിലിയിലുണ്ട്, അപ്പൊ ബൈ ഡിഫോൾട്ട് അവിടെ ഉണ്ടാവും. ഞാൻ ചോദിച്ചാൽ വേറെ ആരെങ്കിലും ഇനി ഇത് കഴിഞ്ഞ അവിടെ ചെല്ലുമ്പോ എല്ലാരും കൂടി വൺ ആക്ടറോ? ആക്ച്വലി എന്റെ ഫാദർ ഇൻ ലോ ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട് ചത്തപ്പച്ചയില്. സീനിലുണ്ട്. പാട്ടില് ഇങ്ങനെ എല്ലാവർക്കും മെസ്സേജസ് വരും, ഇതൊരു ഫ്രൈഡേ നൈറ്റ് ഒരു പരിപാടി ഉണ്ട്, അതിൽ ഒരു ഷോട്ടിൽ എന്റെ ഫാദർ ഇൻ ലോ ഉണ്ട്. പുള്ളിക്കാരൻ ഒന്നും കൂടി ഇറക്കും. സൈക്കോളജിക്കൽ മൂവാ. എല്ലാരും ഉണ്ട് ഇതില്. ഞാനുണ്ട്, എന്റെ വൈഫിന്റെ പേര് പറയുന്നുണ്ട്, എന്റെ ഫാദർ ഇൻ ലോ ഉണ്ട്. വൈഫിന്റെ പേരെന്താ? അസ്മീന. അപ്പൊ ഞാൻ ആ സീനില് ഞാൻ വൈഫിന്റെ പേര് പറയുന്നുണ്ട്. പിന്നെ ഒരു ബേബി കരയുന്നതിന്റെ സൗണ്ടും ഉണ്ട് ആ സമയത്ത്. എല്ലാരും ഉണ്ട്. ഭയങ്കര ഡീപ് ലേഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അല്ല, ഈ പ്രൊമോഷണൽ ഇന്റർവ്യൂസ് ഷിഹാൻ ഇരിക്കുമ്പോ ഒരുപാട് ആൾക്കാർ ചോദിക്കും, ഈ പ്രൊഡ്യൂസർ ഒരു ആക്ടർ ആണോ? അല്ല, ഇതില് ചെയ്തില്ലേ? അവിടത്തോടെ റിട്ടയർ ചെയ്തു. ഇല്ല ഒരിക്കലും ഇല്ല. ഞാനൊരു വോയിസ് ആക്ടർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് മതി. ഒരു ഫേസ് ആയിട്ട് ഒന്നും കാണിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ കുറെ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് വേണ്ട. അവർക്കൊരു കരിയർ ആയിക്കോട്ടെ. അവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ ചത്തപ്പച്ച ഇപ്പോഴും തിയേറ്റേഴ്സിലുണ്ട്. വി വെയിറ്റിംഗ് ഫോർ ദി OTT റിലീസ്. ബട്ട് സ്റ്റിൽ ചിലപ്പോൾ കാണാത്ത ആളുകൾ, തിരക്ക് കാരണം കാണാത്ത ആൾക്കാരുണ്ടാവും. എന്താ അവരോട് പറയാനുള്ളത്? കാരണം ഇനി അടുത്ത ലാംഗ്വേജസിൽ വരുന്നുണ്ട്. 6th and 13th തമിഴ് ഇസ് ദിസ് വീക്കെൻഡ്, 13th തെലുഗു റിലീസ് ഉണ്ട്. പിന്നെ തിയേറ്ററിൽ ഇനിയും റൺ ചെയ്യുന്നുണ്ട് ഫോർ അനദർ 2 weeks. അപ്പോൾ തിയേറ്ററിൽ തന്നെ കാണും. കാരണം ചത്തപ്പച്ച ഈസ് എ തിയേറ്ററിക്കൽ വാച്ച്. ഇപ്പോൾ തിയേറ്റർ റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് അവിടുത്തെ നമ്മളിങ്ങനെ സൗണ്ട് ഡിസൈനും സൗണ്ട് മിക്സും ദ കൈൻഡ് ഓഫ് വിഷ്വൽസ് യു സെറ്റ്, അത് തിയേറ്ററിൽ കണ്ടാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി സ്ട്രീമിംഗിൽ വരും, ആ സമയത്തും കാണാം. പക്ഷേ അതൊരു സെക്കൻഡ് വാച്ച് ആയിക്കോട്ടെ. അതെ, സെക്കൻഡ് വാച്ച് ആയിക്കോട്ടെ. കാരണം ഇങ്ങനത്തെ ഒരു പടം ഹാസ് ടു ബി സീൻ ഇൻ ദി തിയേറ്റേഴ്സ്. ഇനി പറഞ്ഞ പോലെ റെസ്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലുള്ളവർക്ക് മാത്രമല്ലല്ലോ, ഇതൊരു ഇന്റർനാഷണൽ സാധനമാണല്ലോ. അതർ ദെൻ മലയാളീസ് നിങ്ങൾക്ക് കിട്ടിയ, അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആക്ടേഴ്സ്, ബിക്കോസ് യു ഹാവ് സിൻസ് യു ഹാവ് കോൺടാക്ട്സ്, വേറെ ആരെങ്കിലും സിനിമയെ പറ്റി പറയോ, റിവ്യൂ പറയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? നമ്മുടെ സിദ്ധാന്ത് ചതുർവേദി ഇല്ലേ ബോളിവുഡിലെ, പുള്ളി ടീസർ മുതൽ തന്നെ I can't believe you're doing this, unbelievable, this is what we've been dreaming of, മലയാളം സിനിമ ഇങ്ങനെ ആവട്ടെ അങ്ങനെ ആവട്ടെ. He was very excited. ഒബ്വിയസ്ലി ബെനി ദയാൽ ഇസ് മലയാളി, പക്ഷെ പുള്ളിയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പുള്ളി ഹാർഡ് കോർ റെസ്ലിംഗ് ഫാനാണ്. ഇങ്ങനത്തെ കുറെ ഹാർഡ് കോർ WWE ഫാൻസ്, ശങ്കർ സാറും ഇവരൊക്കെ ദേ ലവ് റെസ്ലിംഗ്. അപ്പോൾ ഇവരൊക്കെ ഡെയിലി ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ദാറ്റ് വി can't wait to watch, or we loved watching this. കാരണം ഇതൊരു യൂണിവേഴ്സൽ സാധനമാകുമ്പോൾ എല്ലാവർക്കും ഒരു കണക്ട് ചെയ്യാനുള്ളൊരു പോയിന്റ് ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ ബ്രദർഹുഡ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇതിലുള്ള ഇമോഷൻ ആണെങ്കിലും ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ ചൈൽഡ്ഹുഡ്. നമ്മളത് കണ്ട് എൻജോയ് ചെയ്ത് സംഭവത്തിൽ സെറ്റ് ചെയ്ത്, അതായത് ഈവൻ പെൺകുട്ടികളാണെങ്കിൽ പോലും നമ്മൾ അതിങ്ങനെ കണ്ട് ഇവരുടെ ഫൈറ്റ് ഒക്കെ കണ്ടെങ്കിൽ ഗ്രാൻഡ് മദറും ഭയങ്കര ഫാനാണ് WWE. അതെ, എന്റെ കൂടെ കുറെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്താണ് ഇത് റിയൽ അല്ല അല്ലേ എന്ന് മനസ്സിലായത്. ഇത് ശരിക്കും ഇടിക്കണം മറ്റേ സാധനം ആയിരിക്കും അല്ലേ? ഇപ്പൊ ഇഫ് യു കുഡ് ഗെറ്റ് എ ചാൻസ്, അങ്ങനെ സിനിമ ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയില് പുറത്തുനിന്ന് ഹോളിവുഡിന്നോ ഒരു ആക്ടറിനെ കൊണ്ടുവരണമെങ്കിൽ ആരെയെ കൊണ്ടുവരാ? ഹോളിവുഡിൽ ഇപ്പോ ടിമോത്തി ഷാലമീൻ ഇസ് അമേസിംഗ്. പക്ഷേ മൈ ഓൾ ടൈം ഫേവറേറ്റ് ഇസ് ബ്രാഡ് പിറ്റ്. അപ്പൊ ഇവിടെ വരില്ലാന്ന് എനിക്ക് തോന്നുന്നു. അത് ഇവിടെ കിട്ടില്ല. ഇല്ല, നടക്കില്ല. ബോളിവുഡിൽ എന്തായാലും കുറെ ആൾക്കാർക്ക് ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോ അത് ചിലപ്പോ പോസിബിൾ ആവും. പക്ഷെ ഹോളിവുഡിൽ ലോങ് ഫ്ലൈറ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടെ വരെ വരണ്ടേ? ഫ്ലൈറ്റ് ഒക്കെ എടുക്കണം, നമുക്ക് സെറ്റ് ആയി കൊടുക്കാം. അവിടുന്ന് ഫ്ലൈറ്റ് ബിസിനസ് ക്ലാസ് ഒന്നും നമുക്ക് സെറ്റ് ആക്കാൻ പറ്റില്ല. ബോളിവുഡ് എന്നാണെങ്കിൽ ആദർശ് ഗൗർ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ട്. ഹീസ് വെരി ഗുഡ്. ഇപ്പോൾ ഈസ് എ ന്യൂ ആക്ടർ. ദെൻ ബോളിവുഡിൽ വലിയ പേര് വേണോ അതോ ഒരു ചെറിയൊരു ഷാരൂഖ് ഖാൻ ആയാൽ നല്ല രസം. Okay, but it was nice talking to you. ഇനിയും ഇതുപോലെ keep creating. Thank you so much and all the best. Thank you so much.